Good afternoon, everyone. Very good afternoon. Okay. A warm welcome to actually Superbias Super Talk series. Okay. എൻ്റെ പേര് അരുൺ ശശി, ഡോക്ടർ അരുൺ ശശി. സൂപ്പർബൈസിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ആക്ച്വലി ഇതിന്റെ ഇന്റർവ്യൂ ഒരു 3 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ സൂപ്പർബൈസിന്റെ ഡയറക്ടറായിട്ടും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലെ വൺ ഓഫ് ദ ഫാക്കൽറ്റീസ് ആയിട്ട് ജോലി ചെയ്തു. ഇന്ന് നമുക്ക് സൂപ്പർബൈസിൽ സൂപ്പർ ടോക്സിനായിട്ട് ഇന്ന് ഇവിടെ ഉള്ളത് അനൂപ് ബിജ്ലിസ്. Okay, he is actually an IFS officer and he is now posted in Cairo, Egypt. Okay, 2018 435 മാർക്സോടെ മിന്നം വിജയം മിന്നം വിജയത്തോടു കൂടി IFS-ലേക്ക് എത്തിച്ചേർന്ന വ്യക്തിയാണ് അദ്ദേഹം. 5 വർഷത്തോളം UST ഗ്ലോബലിലും അതുപോലെ തന്നെ നമ്മളുടെ TCS-ലും ഒക്കെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു കൃഷ്ണശാലിയുണ്ട്. എഴുതിയ ഒരു 2ാം വട്ടം തന്നെ UPSC സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുകയും IFS-ൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മളുടെ അനൂപ് ബിജ്ലിസ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെ ഈ ഒരു ഇതിലേക്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു 2 മിനിറ്റ് സൂപ്പർവൈസേഴ്സ് എന്താണ് എന്ന് മാത്രം നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളണം. കാര്യം ഈ ഒരു ടോക്കിനായിട്ട് വിളിച്ച സമയത്ത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് വാട്ട് ആർ യു എന്ന് പറയുന്ന ഒരു കാര്യത്തിലായിരുന്നു. സോ അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് അനൂപ് സാറിനെ നമുക്കിന്ന് ശ്രമിക്കാം. ആക്ച്വലി സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഒരു 2 വർഷങ്ങൾക്ക് മുമ്പായി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മളുടെ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ മെയിൻസും ഒക്കെ പോയിട്ടുള്ള കുറച്ച് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അന്നൊരു സ്വപ്നം മാത്രമായിരുന്നു നമ്മളുടെ ഈ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യം. 2018 ഞങ്ങള് ജസ്റ്റ് ഒരു ഓഫ്ലൈൻ ആയിട്ട് കുറച്ച് അക്കാഡമികളുമായിട്ട് ചേർന്നിട്ട് മെയിൻസ് ആൻസർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ മാഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ആദ്യം അറൌണ്ട് 25 രജിസ്ട്രേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 പേര് മാത്രമാണ് അന്നത്തെ ഞങ്ങളുടെ മാഡിൽ പങ്കെടുത്തത്. പക്ഷെ ആ വർഷത്തെ മെയിൻസ് എക്സാമിനേഷനിൽ ഞങ്ങൾക്ക് ഒരു 40% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ. അതായത് ടോട്ടൽ 2019 ഉണ്ടായിരുന്ന ആ ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു 40% ക്വസ്റ്റ്യൻസോളം നമ്മൾ 100% ഒന്നും തള്ളുന്നില്ല. 80% 100% ആ തള്ളലുകളൊന്നും ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 40% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം 2019 ആയതോടുകൂടി നമ്മളുടെ ഫാക്കൽറ്റി പൂളിലുള്ള കുറച്ച് പേര് നമ്മൾ സർവീസുകളിലേക്ക് എത്തിച്ചേരുകയും ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള കുറച്ച് പേര് ആ ഒരു സർവീസിൽ എത്തിച്ചേരുകയും ചെയ്തു. സോ അതാണ് ആക്ച്വലി ഈ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാനുണ്ടായ ആ ഒരു ചേതോവികാരം എന്ന് പറയും. അങ്ങനെ 2019 ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 ആയതോടുകൂടി നമ്മൾ തുടങ്ങിയിരുന്ന ആ ഒരു പ്രിലിംസിന്റെ ഒരു ടെസ്റ്റ് സീരീസിലേക്ക് ഏകദേശം 150+ രജിസ്ട്രേഷൻസ് ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ കിട്ടുകയുണ്ടായി. ഭാഗ്യം കൊണ്ടോ എന്തുകൊണ്ടോ നമ്മളുടെ പ്രഡിക്ഷൻസ് ആ ഒരു വർഷവും കുറച്ച് ബെറ്റർ തന്നെയായിരുന്നു. അറൌണ്ട് 40 to 50% ക്വസ്റ്റ്യൻസ് UPSC-യുടെ പ്രിലിംസിൽ നമുക്ക് ഏകദേശം നമുക്കൊന്ന് എത്തിച്ചേരുവാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുവാനായിട്ട് പറ്റും. അതിനുശേഷമാണ് നമ്മൾ അതൊരു ആപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തത്. ആ ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ 2020-21 ഉണ്ടായ ആ ഒരു കൊറോണ സിറ്റുവേഷൻ നമ്മളെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ട്. സൂപ്പർവൈസേഴ്സിനെ ആക്ച്വലി അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടിയത്. കാര്യം ദിസ് ഇസ് ആക്ച്വലി an era of an online. സോ ആ ഒരു ഓൺലൈനിന്റെ അനന്ത സാധ്യതകൾ ഞങ്ങൾക്ക് സൂപ്പർവൈസേഴ്സിന് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒന്ന് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങള് കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലുമായിട്ട് ഏകദേശം 12 അക്കാഡമികളുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ട്. ചില അക്കാഡമീസ് സൂപ്പർവൈസേഴ്സിന്റെ ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ അവരുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അത് അവരുടെ പ്രൊഡക്റ്റിൽ ഇപ്പൊ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ 2020 നമ്മളിപ്പോ ഏകദേശം 7 സ്കൂളുകളിലേക്കും 4 കോളേജുകളിലേക്കും നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സുകളുമായിട്ട് നമ്മൾ ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പുതിയൊരു ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗിലേക്കും അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് ലേണിംഗ് ആണ് നമ്മൾ സൂപ്പർവൈസേഴ്സ് വഴി പ്രതീക്ഷിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഡൽഹിയിലോ ഈവൻ കേരളത്തിലോ പോവുകയാണെങ്കിൽ 80,000 or 70,000+ ആണ് നമ്മളുടെ ഒരു 1 ഇയറിന്റെ കോച്ചിങ് ഫീ. ഇത് വളരെ അഫോർഡബിൾ ആയിട്ട് ഒരു 30K അല്ലെങ്കിൽ ഒരു 40K അകത്തുള്ള ബ്രാക്കറ്റിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റേഴ്സ് വെച്ച് ഒരു സിവിൽ സർവീസ് കോച്ചിങ് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കുവാൻ പതുക്കെ ഇതൊരു നാഷണൽ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതുമാണ് ഞങ്ങളുടെ ഒരു എളിയ മൂവ്. അതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക്
ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള അത്തരത്തിൽ നിങ്ങളോട് ഈ ഒരു സിവിൽ സർവീസിന്റെ, അതായത് നമ്മളിപ്പോ ഒരു സിവിൽ സർവീസ് സ്റ്റോക്സ് വിളിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൊണ്ടുവരുന്നത് ഏകദേശം ഒരു 50 to 60 വരെ എബോവ് ഏജ് ഗ്രൂപ്പിലുള്ള IAS IPS IFS ഓഫീസേഴ്സ്. പക്ഷെ അവർക്കൊരിക്കലും ഇപ്പോഴത്തെ UPSC എന്താണ് ചിന്തിക്കുന്നതെന്നും ഇപ്പോഴത്തെ UPSC എക്സാമിനേഷൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടതെന്നും എന്താണ് UPSC എന്ന് പറയുന്ന ആ ഒരു ഏലിയൻ ഏജൻസി ഇപ്പോ ഈ 2021 ഈ ഒരു എക്സാമിന് വരുത്തിയ ചേഞ്ചുകൾ എന്താണ്, അത്തരത്തിലുള്ളവർക്ക് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുകയും, പക്ഷെ വളരെ റീസെന്റ് ആയിട്ട് ഇത് ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മളുടെ ഈ സൂപ്പർ ടോപ്പ് സീരീസിന്റെ ഫസ്റ്റ് ഡേയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് തന്നെ നമുക്ക് കിട്ടിയത് എന്നുള്ളത് സൂപ്പർ ബയേഴ്സ് വളരെയധികം സന്തോഷത്തിലാണ്. അനൂപ് സാറിന് സൂപ്പർ ബയേഴ്സിന്റെ പേരിൽ എന്റെ പേരിലും ഈ ഒരു സൂപ്പർ ബയേഴ്സ് ടോപ്പ് സീരീസ് ഇനാഗുറേറ്റ് ചെയ്യുവാൻ, ഇതിന് ഒരു ഫസ്റ്റ് സെഷൻ എന്നും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സെഷനാക്കി മാറ്റി തീർക്കുവാനുമായിട്ട് ഞാൻ സൂപ്പർ ബയേഴ്സിന്റെ പേരിൽ ക്ഷണിച്ചു. ഓവർ ടു യു അനൂപ് സർ. താങ്ക് യു അരുൺ. അരുൺ ഇസ് എ ഫെമിലിയർ നെയിം, സിവിൽ സർവീസ് സർക്കുലർ ഫെമിലിയർ നെയിം ആണ്. ഞാൻ അരുണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് അരുണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സോ ലൈക്ക് സോ ദാറ്റ് ഇസ് ഇറ്റ്. നൗ വൺ സെക്കൻഡ്. ഓക്കെ, നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാം. കാരണം ഞാനിങ്ങനെ മോണോലോഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്കും ബോറാണ്, നിങ്ങൾക്കും ബോറാണ്. നിങ്ങൾ തന്നെ പറയും ലാസ്റ്റ് ആരോ വന്ന് എന്തോ തള്ളിയിട്ട് പോയെന്ന്, ആർക്കും യൂസ് ഇല്ലാതാവും. സോ ലെറ്റ്സ് മേക്ക് ദിസ് ഇന്ററാക്റ്റീവ്. So to talk about me, I think Arun has explained everything. ആരൊക്കെ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്. If somebody can switch on the camera, it will be really good. കാരണം ബ്ലാക്ക് സ്ക്രീനോട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. But still it's okay. If somebody can switch on the camera, it is really good. Yeah. Thanks for all who have switched on the camera. So ഞാൻ പറഞ്ഞ പോലെ നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാം. എന്നെ കുറിച്ച് അരുൺ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2018 സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു. 2019 ബാച്ചാണ്, IFS 2019 ബാച്ച്. ഞാൻ എൻ്റെ ലബാസ്മയിലുള്ള LBS ട്രെയിനിങ് കഴിഞ്ഞു. FSI ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐ ആം പോസ്റ്റഡ് ടു കൈറോ, എംബസി ഓഫ് ഇന്ത്യ കൈറോ. സോ ദാറ്റ് ഇസ് അബൌട്ട് മീ. നൗ നമുക്കിത് എങ്ങനെ കൊണ്ടുപോകണം? ലൈക്ക് വാട്ട് യു വോണ്ട് ടു നോ അബൌട്ട്? യു വോണ്ട് ടു നോ അബൌട്ട്, ആരെങ്കിലും ഒന്ന് പറയാം നമുക്കിത് എങ്ങനെ കൊണ്ടുപോകണം? സിവിൽ സർവീസിനെ കുറിച്ചാണോ അറിയേണ്ടത്? ഇൻ ജനറൽ സർവീസിനെ കുറിച്ചാണോ അറിയേണ്ടത്? അതോ നിങ്ങൾക്ക് ഫോറിൻ സർവീസിനെ കുറിച്ചാണോ കൂടുതൽ അറിയേണ്ടത്? അതോ UPSC എക്സാമിനെ കുറിച്ചാണോ അറിയേണ്ടത്? So how do you want me to structure this? Like anybody can suggest. So എനിക്ക് UPSC എക്സാമും സാറിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ. ശരി. UPSC എക്സാം ഇതില് എല്ലാവരും ഫസ്റ്റ് ടൈം എഴുതുന്നവരാണോ? ഇതിനു മുമ്പ് എഴുതിയവരുണ്ടോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഓക്കെ ഫൈൻ. സോ നിങ്ങൾക്ക് അറിയാമല്ലോ 3 റൗണ്ട് ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. സോ ശരിക്കും ഒരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ തന്നെയാണ് വേണ്ടത്. നമ്മൾ എല്ലാവരും പറയും പ്രിലിംസിന് സെപ്പറേറ്റ്, മെയിൻസിന് സെപ്പറേറ്റ്, ഇന്റർവ്യൂവിന് സെപ്പറേറ്റ്. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. നമുക്ക് വേണ്ടത് ഒരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ ആണ്. ശരിക്കും നമ്മൾ ചെറിയ ട്വീക്സ് ആണ് വരുത്തുന്നത്. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഒരു പാറ്റേൺ കാണും. ആ പാറ്റേണിൽ ചെറിയ ട്വീക്സ് വരുത്തണം. പ്രിലിംസിന് വേണ്ടിയിട്ട് ലൈക്ക് ഒരു സർട്ടൻ മോഡൽ ഓഫ് തിങ്സ് ആണ് പ്രിലിംസിന് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. മെയിൻസിന് മോർ ഓഫ് എൻ അനാലിസിസ് ആണ്. ഇന്റർവ്യൂവിന് ഇറ്റ് ഇസ് ബേസിക്കലി എ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ലൈക്ക് നമ്മുടെ നോളജിനേക്കാളൊക്കെ ഉപരി ലൈക്ക് ഹൗ ഫിറ്റ് ആർ യു ഫോർ ദ സർവീസ് എന്നുള്ളതാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ പ്രിപ്പറേഷൻ ഷുഡ് ബി സ്ട്രീം ലൈൻ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇന്റഗ്രേറ്റഡ്. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. സോ ഇതിന് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് യുവർ ഫൗണ്ടേഷൻ ഷുഡ് ബി സ്ട്രോങ്. നമ്മുടെ ബേസിക്സ് ആദ്യം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ബേസിക്സ് എങ്ങനെ സ്ട്രോങ് ആക്കും? ബേസിക് സ്ട്രോങ് ആക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യു ഷുഡ് ഗോ ത്രൂ യുവർ സിലബസ്. സിലബസ് തറവായിരിക്കണം നമുക്ക്. സിലബസിലുള്ള ഓരോ ലൈനിലും അവർ എന്താണ് എഴുതിയിരിക്കുന്നുള്ളത് വി ഷുഡ് അനലൈസ് ഇറ്റ്. മോർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് യു ഷുഡ് അനലൈസ് ദ സിലബസ്. അതിനുവേണ്ടി 1-2 ദിവസം നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല. സോ മേക്ക് ദ ഫൗണ്ടേഷൻ ക്ലിയർ. സോ ഫസ്റ്റ് നമ്മൾ സിലബസ് അനലൈസ് ചെയ്യുക, സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക് ബുക്സ് തറവായിട്ട് പഠിക്കുക. എന്താണ് ബേസിക് ബുക്സ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ബേസിക് ബുക്സ് ആയിട്ട്? NCERT. എക്സാക്ട്ലി, NCERT തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് നോളജ് നമുക്ക് തരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പം NCERTs നോക്കുക, NCERT നോക്കി തുടങ്ങാം. അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ ബുക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും. ലൈക്ക് ഇഫ് യു ടോക്ക് അബൌട്ട് പോളിറ്റി, ഇറ്റ് ഇസ് ഏതാണ് നിങ്ങൾ വായിക്കുന്നത്? എല്ലാവരും വായിക്കുന്ന ഒരു ബുക്കേ ഉള്ളൂ, ലക്ഷ്മികാന്ത് തന്നെ. അതെ, പൊളിറ്റിക്കൽ ലക്ഷ്മികാന്ത്. അത് ഓരോന്നിനും ഓരോ ബുക്ക് ഉണ്ട്. ബുക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൂപ്പർവൈസറിലെ മെന്റേഴ്സിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, അവർ തരും.
എന്നോട് ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ റെഫർ ചെയ്ത ബുക്സ് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ, ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. സോ NCERTs അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബേസിക് ബുക്സ് എല്ലാം കവർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷന്റെ കൂടെ പാരലലി നമ്മൾ ബിൽഡ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഇസ് വൈറ്റൽ. കറണ്ട് അഫയേഴ്സ് ഇസ് വൈറ്റൽ നോട്ട് ജസ്റ്റ് ഫോർ പ്രിലിംസ് ബട്ട് ഫോർ പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അറിയുക, അനലൈസ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മുടെ കരിയറിലും ചെയ്യുന്നത്. Like it's not just important for your preparation, even after preparation this is important for your career as well. നമ്മുടെ എന്താണ് ഒരു സിവിൽ സർവന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇടപഴകുന്നതാണ് ഒരു സിവിൽ സർവന്റ് ചെയ്യുന്ന കാര്യം. ഏത് സർവീസ് എടുത്താലും, ബി ഇറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓർ ഫോറിൻ സർവീസ് ഓർ പോലീസ് സർവീസ്. ഇപ്പം കോവിഡ് ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആണ്. സോ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ടുവേർഡ്സ് ദി എൻഡ്. ഓക്കെ, സോ കോവിഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആയിരിക്കുമ്പോൾ എവറി സർവീസ് ഹാസ് ഇറ്റ്സ് റോൾ. ലൈക്ക് നിങ്ങൾക്ക് അറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഇറ്റ്സ് റോൾ, foreign services its role, sourcing material from different countries, like bringing it to India, police services its role. അപ്പൊ എല്ലാത്തിനും ഞാൻ പറഞ്ഞത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ അവെയർ ആയാൽ മാത്രമേ നമുക്ക് ഒരു നല്ല സിവിൽ സർവന്റ് ആവാനും പറ്റത്തുള്ളൂ. സോ കറണ്ട് അഫയേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ അത് നമ്മുടെ ബേസിക്കിന്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ എങ്ങനെയാ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ? സാർ ആക്ച്വലി ഞാനിപ്പോ രാഹുൽ IAS അക്കാദമിന്റെ DNS നോട്ട് ഇല്ലേ യൂട്യൂബിലുള്ള ഷോർട്ട് നോട്ട്, അത് അതിന്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കാൻ പതിവ്. ഓക്കെ, ഫൈൻ. ഒരുപാട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു റീഡ് ഹിന്ദു ന്യൂസ് പേപ്പർ. ലൈക്ക് എനി ന്യൂസ് പേപ്പർ ഇസ് ഫൈൻ. ഹിന്ദു, ഐ റെഡ് ഹിന്ദു. യു ക്യാൻ റീഡ് എനി ഗുഡ് ന്യൂസ് പേപ്പർ, എക്സ്പ്രസ്, ഫൈൻ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഒരു നല്ലൊരു ഡെയിലി വായിക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി ഒപ്പീനിയൻ പേജിന്റെ എഡിറ്റോറിയൽ പേജ്, യു വിൽ ഗെറ്റ് ഗുഡ് ലൈക്ക് കമാൻഡ് ഓവർ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇതും കിട്ടും. നമ്മൾ അങ്ങനെ ലാംഗ്വേജ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും ഒരു ഫാക്ടറാണ്. അതിനേക്കാളൊക്കെ ഉപരി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ന്യൂസിനെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പം കോവിഡ് ആണ്. ഇപ്പൊ കോവിഡിനെ കുറിച്ച് യു ആർ റീഡിങ് ഇറ്റ് എവറി ഡേ. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ഒരു ന്യൂസിനെ കുറിച്ച് നമുക്കൊരു വർഷത്തെ അവയർനെസ് ഫുൾ ഉണ്ടാവും നമ്മളൊരു വർഷം ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ വാട്ട് ഐ യൂസ് ടു ഡു ഇസ് ലൈക്ക് ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി. അതിനകത്ത് കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വാട്ട് ടു റീഡ് ആൻഡ് വാട്ട് നോട്ട് ടു റീഡ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ആവശ്യമില്ലാത്ത പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും വായിച്ച സമയം കളയാതെ യു ക്യാൻ ഫോക്കസ് ഓൺ ലൈക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇമ്പോർട്ടന്റ് ലോസ് എന്തെങ്കിലും ഉണ്ടോ, ഇമ്പോർട്ടന്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ സംതിങ് റിലേറ്റഡ് എക്കോണമി അല്ലെങ്കിൽ എൻവയോൺമെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് വായിക്കാൻ പറ്റും. ഇപ്പൊ ന്യൂസ് പേപ്പർ ഡെയിലി വായിച്ചിരുന്നു ഞാൻ. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഐ യൂസ് ടു ഫോളോ എ കമ്പൈലേഷൻ. യു ക്യാൻ ഫോളോ എനി കമ്പൈലേഷൻ. മന്ത് എൻഡ് ആകുമ്പോൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ന്യൂസ് പേപ്പർ നോളജ് മാത്രമേ ഉള്ളൂ. ഈ കമ്പൈലേഷൻസിൽ ദേ വിൽ ടേക്ക് തിങ്സ് ഫ്രം PIB ഓർ ലൈക്ക് ലോട്ട് ഓഫ് അതർ സോഴ്സസ്. ദെൻ ഐ യൂസ് ടു ലൈക്ക് യോജന ആസ് വെൽ. യോജന വായിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് യോജന വായിക്കുന്നത് ഞാൻ പറയും. കാരണം യോജനയിൽ എഴുതുന്നത് എന്താണ്, യോജന വായിക്കാറുണ്ട്. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. കണ്ടിന്യൂ റീഡിങ് യോജന ആൻഡ് കുരുക്ഷേത്ര. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. യോജന ഇസ് മോർ ഇമ്പോർട്ടന്റ്. കാരണം യോജനയിലെ ഒരു ലാംഗ്വേജ് തന്നെയാണ് നമ്മുടെ ആൻസറിലും പലപ്പോഴും എഴുതേണ്ടി വരിക. ഇറ്റ് ഷുഡ് ബി എ പ്രോ ഗവൺമെന്റ് ലൈൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എല്ലാത്തിനും കൊടുക്കുന്ന ഒരു ലൈനാണ് എപ്പോഴും നമ്മൾ എഴുതേണ്ടി വരും. ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ട് നമുക്ക് നമ്മുടെ ആൻസർ എഴുതാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുക. സോ ബേസിക്കലി കറണ്ട് അഫയേഴ്സ് ഇസ് ഓൾ അബൌട്ട് യുവർ ന്യൂസ് പേപ്പർ, യോജന ആൻഡ് എ കമ്പൈലേഷൻ. ഇത് മൂന്നുമാണ്. Compilation, like one person told you are to looking into DNS, like you can look into any compilation that is fine. Adinke endu compilation vedalum nokam. Everything is good. Most of the things cover lot of things. ഞാൻ പല compilation നോക്കിയിട്ടുണ്ടായിരുന്നു. Just hold on one second. Yeah. So അതാണ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇൻ ജനറൽ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉള്ള വേറെ? സാർ ഈ ഫ്രണ്ട് ലൈൻ മാഗസീൻ ഇല്ലേ സാർ മന്ത്ലി വരുന്നത്? എന്ത് മാഗസീൻ ആണ്? ഫ്രണ്ട് ലൈൻ. ഓക്കെ. അത് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ അഡ്വൈസ് ചെയ്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാഗസീൻ വായിക്കാനുണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് ഒപ്പീനിയൻസ് വരും. ഓരോ പല മാഗസീനും പല ഐഡിയോളജി കാണും. അവരവരുടെ ഐഡിയോളജി ആയിരിക്കും ഒപ്പീനിയൻ ആയിട്ട് എഴുതുക. ചിലത് നമുക്ക് ആൻസർ ചെയ്ത് എഴുതാനും പറ്റത്തില്ല. അത്രത്തോളം ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ആ പാറ്റേൺ അനുസരിച്ച് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്താ പറയുക, ഒരു സാധനത്തെ കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്
ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാഗസിൻ നിന്നുള്ള ഒപ്പീനിയൻസ് ഒന്നും എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ വിൽ നോട്ട് റെക്കമെൻഡ് റീഡിങ് ലോഡ് ഓഫ് തിങ്സ്. ഒരുപാട് സാധനങ്ങൾ വായിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ലൈക്ക് ശരിക്കും ഇതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ബ്രോഡ് കവറേജ് ആണ്. യു ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിഥിങ് ആൻഡ് എവറിഥിങ് അബൌട്ട് സംതിങ്. അതാണ് ഇതിന്റെ ഒരു ലൈൻ. യു ഷുഡ് നോ സംതിങ് അബൌട്ട് എവറിഥിങ് ആൻഡ് എവറിഥിങ് അബൌട്ട് സംതിങ്. അതാണ് UPSC എക്സാമിന്റെ ഒരു ലൈൻ. ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാം അറിയണം, എല്ലാ കാര്യങ്ങളെ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്തെങ്കിലും അറിയണം. അപ്പൊ UPSC ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ക്വസ്റ്റ്യൻ ഇട്ടാലും നമുക്കൊരു 2 ലൈൻ എഴുതാൻ പറ്റി 2 മാർക്ക് കിട്ടിയാലും 2 marks വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സോ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരുപാട് മാഗസിൻ ഒന്നും വായിച്ച് സമയം കളയേണ്ട. നിങ്ങൾ ബേസിക് ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇഫ് യു തിങ്ക് ദാറ്റ് ഓക്കെ എ ന്യൂസ് പേപ്പർ പ്ലസ് യോജന പ്ലസ് എ മന്ത്ലി കമ്പൈലേഷൻ ഈസ് ഗോയിങ് ടു ബി യുവർ കറന്റ് അഫയേഴ്സ്, ഡു ദാറ്റ് റിലീജിയസ്ലി ഫോർ 1 year. ഇടയ്ക്ക് പലരും പല ഒപ്പീനിയനും പറയും. ഇതിനകത്ത് ഒരുപാട് എക്സ്പെർട്സ് ഉള്ള ഒരു കാലമാണ് UPSCക്കകത്ത്. സോ ഡോണ്ട് ട്രൈ ടു ട്രസ്റ്റ് എവറി വൺ ബ്ലൈൻഡ്ലി. ജസ്റ്റ് ഇപ്പം എന്താ പറയാ, ഞാനിപ്പോ ക്ലിയർ ചെയ്ത് ഒരുപാട് പേരും കൂടെ സംസാരിക്കും. ഞാനിപ്പോ ക്ലിയർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നുമില്ല. എനിക്ക് വർക്കൗട്ട് ആയ കുറെ മെത്തേഡ്സ് ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പല മെത്തേഡും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന ഒരു മെത്തേഡ് യു ഷുഡ് ഫിക്സ് ഇൻ 1 month. എന്നിട്ട് ദാറ്റ് യു ഷുഡ് കണ്ടിന്യൂ ഫോർ നെക്സ്റ്റ് 1 year. ഇടയ്ക്കിടയ്ക്ക് മെത്തേഡ് മാറ്റാനോ അങ്ങനെ ഒന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ പിന്നെ you want to know more about prelims? Yes sir. Okay. So പ്രിലിംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ബുക്സ് പഠിക്കുക, കറന്റ് അഫയേഴ്സ് പഠിക്കുക. ദാറ്റ് വിൽ ഫോം യുവർ പ്രിപ്പറേഷൻ പാർട്ടിലെ ഒരു ലൈക്ക് ഐ വിൽ സേ 50% ആവത്തുള്ളൂ. ബാക്കി 50% എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രിലിംസ് ക്ലിയർ ആവാത്ത വർഷമുണ്ട്. പ്രിലിംസ് പിന്നെ ഞാൻ ക്ലിയർ ആയ 2 വർഷം ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. So what I got is around 70 marks for prelims, 69 marks for prelims. അത് കഴിഞ്ഞിട്ട് I took a coaching. എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട് I studied with a pattern. അപ്പൊ എനിക്ക് ഞാൻ 2 പ്രാവശ്യം എഴുതിയപ്പോഴേ എനിക്ക് കിട്ടിയ മെയിൻസ് പ്രിലിംസ് മാർക്സ് വാസ് ഓൾമോസ്റ്റ് 125. ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയ മാർക്സ്. സോ ലൈക്ക് വാട്ട് ഹെൽപ് മീ ഇസ് വൺ തിങ്. വാട്ട് ഐ ഡിഡ് ഇസ് പ്രീവിയസ് ഇയർ 5-6 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നോക്കി. പ്രീവിയസ് UPSC 5-6 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി സോൾവ് ചെയ്തു. ആക്ച്വലി എന്റെ കോച്ചിങ് അക്കാഡമിയിൽ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ. അപ്പൊ നമുക്ക് യു വിൽ ഗെറ്റ് എ ഹാങ് ഓവർ ദ എക്സാം. എങ്ങനെയാണ് അവരെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്ക് പഠിക്കുമ്പോഴും എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അറിയാം ഓക്കെ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെപ്തിൽ പോകണ്ട, ചില കാര്യങ്ങൾ കൂടുതൽ ഡെപ്തിൽ പോകണം. ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് തന്നെ വരും. അതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഗോ ത്രൂ ലാസ്റ്റ് ഐ വിൽ സേ 6 years ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ യു ഷുഡ് ഗോ ത്രൂ ദാറ്റ്. യു ഷുഡ് സോൾവ് ദാറ്റ്. ഓക്കെ, അതിലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചില പേപ്പർ റിഡൻഡന്റ് ആയിരിക്കും, പക്ഷേ ഭൂരിഭാഗവും ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് തിങ് ഇസ് യു ഷുഡ് ഡു ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബിഫോർ യു ഗോ ഫോർ യുവർ ആക്ച്വൽ പ്രിലിംസ് എക്സാം. ഒരുപാട് അക്കാഡമീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാത്തിനും ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്താൽ മതി. ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഓൺലൈൻ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുന്നുള്ള കാര്യം. സോ you should like I used to work out at least what can I say around 100 question papers എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു before the actual prelims exam. ഞാൻ ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് അറൌണ്ട് 36 ടെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ഐ എം നോട്ട് സെയിങ് ഫുൾ ടെസ്റ്റ് അല്ല, പാർട്ട് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും സാർ. അതൊക്കെ ജോഗ്രഫി ഉള്ളി ഇക്കണോമി ഉള്ളി അങ്ങനെ ആയിരിക്കും. ടോട്ടൽ എല്ലാം കൂടെ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട് ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി യൂസ് ടു എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഡു. സോ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കിട്ടും. ഈ എലിമിനേഷൻ സ്ട്രാറ്റജി ബേസിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടേണ്ടതാണ്. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ കണ്ടിട്ട് ഓക്കെ ഇത് എന്താ സിയും ബിയും വരത്തില്ല എയും ഡിയെ വരത്തുള്ളൂ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോകരുത്. UPSC വിൽ ട്രിക്ക് യു ദർ. സോ ഡോണ്ട് fall for all those things. So what I tell is elimination is actually നിങ്ങൾ ചെയ്ത് പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ നോളജിൽ നിന്നൊക്കെ വരുന്ന ഒരു സാധനമാണ്. ദാറ്റ് വിൽ കം ടു യു. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ കം ടു യു. അത് കാണാതെ പഠിച്ചിട്ട് പോകേണ്ട ഒരു സാധനമല്ല. സോ ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു prelims or mains. There is no shortcut to this exam. Only ഒരു വഴിയേ ഉള്ളൂ. That is smart and hard work. You should smart work and you should hard work. So അതിനു വേണ്ടിയിട്ട് I will say you should do a lot of question papers and prepare for prelims. So prelims what is more important is practicing. That is previous 6 years of UPSC question papers. It can be more also നിങ്ങളുടെ സമയം പോലെ. Plus at least 50 to 100 പല അക്കാഡമീസിൽ നിന്നുള്ള പേപ്പേഴ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ it will be useful. That is about prelims. ഇനി പ്രിലിംസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ you can ask.
ഒന്നുമില്ല, ഒന്നും അറിയണ്ട പ്രിലിംസിനെ കുറിച്ച്. പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മള് എന്താ ഒരു കടമ്പ പോലെയല്ലേ മെയിൻസ് എഴുതാനുള്ള ഒരു, അല്ലാതെ അതിന്റെ സ്കോർ ശരിക്കും നമ്മളെ മെയിൻസ് എക്സാം എഴുതി നമുക്ക് കിട്ടുന്ന ഒരു സർവീസിനെ അഫക്ട് ചെയ്യുമോ? ഇല്ല, അഫക്ട് ചെയ്യത്തില്ല. പ്രിലിംസ് ഇസ് ജസ്റ്റ് ക്വാളിഫയർ. നിങ്ങൾ മെയിൻസ് എഴുതാനുള്ള, അതായത് ഓൾമോസ്റ്റ് അറൌണ്ട് 8 to 10 lakh പീപ്പിൾ റൈറ്റ് ദിസ് എക്സാം. അതിനകത്ത് 10,000 പേര് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. സോ ഇറ്റ് ഇസ് ആൻ എലിമിനേറ്റർ എക്സാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മെയിൻസ് എഴുതാനുള്ള ഒരു അവസരം മാത്രമാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ഫർദർ കരിയറിനെയോ റാങ്കിനെയോ അല്ലെങ്കിൽ സർവീസിനെയോ ഒന്നും അത് ബാധിക്കില്ല. ഹലോ സർ. സർ, പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ഒരു ജനറൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പറ്റുമോ, അതോ നമുക്ക് ബ്രോഡ് ആയിട്ട് മാക്സിമം നോളജ് അത് ആവശ്യമാണോ, അതോ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ജനറൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എന്തായാലും വേണം. ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് യുവർ ബേസിക്സ്, ഫൗണ്ടേഷൻ. അത് ഞാൻ പറഞ്ഞതുപോലെ NCERT പ്ലസ് സം ബേസിക് ബുക്സ്. ബേസിക് ബുക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ ഗോചങ് ലിയോ അങ്ങനെയുള്ള എല്ലാ ഓരോ സബ്ജക്റ്റിനും ഓരോ സർട്ടൻ ബേസിക് ബുക്സ് ഉണ്ട്. ഇതാണ് ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ യു ഷുഡ് ഹാവ് എ ബ്രോഡ് നോളജ്. ഇപ്പൊ ബ്രോഡ് നോളജ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് യുവർ കറണ്ട് അഫയേഴ്സിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു, പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്. ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആസ് വെൽ ആസ് എ ബ്രോഡ് നോളജ്. ഇത് രണ്ടും കിട്ടും. അപ്പോ ദാറ്റ് വിൽ ഹെൽപ്പ്. ഇത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ് വിൽ ബി ഈസി ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ മെയിൻസ് ആസ്. ഓക്കെ സർ, താങ്ക് യു. സർ ചോദിച്ചോളൂ. സാർ ഇങ്ങനെ ടെസ്റ്റ് സീരീസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു 100 എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഏകദേശം? ഇങ്ങനെ ഫസ്റ്റ് ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ ഇപ്പൊ ഒരു 50-60 അതിന് മുകളിലേക്ക് പോകുന്നേ ഇല്ല. അപ്പം എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഏകദേശം ഒരു 100 റേഞ്ചിലേക്ക് എത്താൻ വേണ്ടി? ഇങ്ങനെ തന്നെയാണ് ഞാനും തുടങ്ങിയത്. അതായത് 50-60s തന്നെയാണ് ഞാനും തുടങ്ങിയത്. ഇതിലും കുറവായിട്ട് 40 എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് 45 മാർക്സ് ആണ് കിട്ടിയത്. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ മിക്ക അക്കാഡമിയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു അനാലിസിസ് തന്നെ കിട്ടുമായിരിക്കും. അതായത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ തെറ്റിച്ചിട്ടുള്ളതെന്ന് നോക്കുക. അപ്പൊ ഞാൻ കൂടുതലും തെറ്റിച്ചുകൊണ്ടിരുന്നത് ജോഗ്രഫി ആൻഡ് മാപ്സ് ആയിരുന്നു. ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. സോ വാട്ട് ഐ ഡിഡ് ഇസ് ഞാൻ ജോഗ്രഫിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ പേപ്പർ ചെയ്തു കഴിഞ്ഞു പോകുക എന്നുള്ളതല്ല, നമ്മൾ അതിന്റെ കീ എടുത്തിട്ട് യു ഷുഡ് അനലൈസ്. എനിക്ക് തെറ്റിയ ചോദ്യങ്ങൾ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതാണ് നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് എന്നെ അത് റോങ് ആയിട്ടുള്ള ആൻസർ കുത്താനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആ ഒരു ഫാക്ടർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ഏത് ഏരിയയിലാണ് ഞാൻ വീക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പം ഇഫ് യു ആർ വീക്ക് ഇൻ ജോഗ്രഫി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യു ഷുഡ് അനലൈസ് ദ പേപ്പർ ആൻഡ് യു ഷുഡ് സീ. ഇപ്പം ജോഗ്രഫിയിൽ നിന്ന് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എനിക്ക് 5 എണ്ണേ ശരിയായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഐ ആം വെരി വീക്ക് ഇൻ ജോഗ്രഫി, ഐ ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി. അപ്പം ഇതൊരു എത്ര എക്സാം എടുക്കുന്ന വെച്ചാൽ അതെനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ബട്ട് ഇറ്റ് ഇസ് എ പ്രോസസ്. ഇപ്പൊ 60 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നോ നീഡ് ടു വറി അറ്റ് ഓൾ. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. യു ഹാവ് ഇനഫ് ആൻഡ് മോർ ടൈം. അപ്പം ലൈക്ക് നിങ്ങൾ കൂടുതലും ചെയ്യുക ഡെയിലി. ഇപ്പം ഈ പ്രിലിംസ് എഴുതുന്നില്ല നിങ്ങൾ? ദിസ് ഇയർസ് പ്രിലിംസ് എഴുതുന്നുണ്ടോ? അത് അടുത്ത വർഷമാണോ? അപ്പൊ ഒരു ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ട് യു ഡോണ്ട് നീഡ് 2 hours അല്ലെ? അത് നമ്മൾ UPSC ചെയ്യുമ്പോഴാണ് 2 hours വേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ യു ക്യാൻ ഡു ഇറ്റ് ഇൻ 1 hour ആസ് വെൽ. പ്രാക്ടീസ് പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴേ. ഓക്കെ, അപ്പൊ നമ്മൾ 2 പേപ്പർ ഒക്കെ ചെയ്യുക. 2 പേപ്പർ ചെയ്തിട്ട് യു ഷുഡ് അനലൈസ് വാട്ട് ഏരിയ യു ആർ വീക്ക് ഇൻ. എന്നിട്ട് വീക്ക് ആയിട്ടുള്ള ഏരിയ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. അവിടെയാണ് നമ്മുടെ വിജയം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വൈ ഡിഡ് ഐ മാർക്ക് ഇറ്റ് ആസ് റോങ്? അത് നമ്മൾ പ്രാക്ടീസ് പേപ്പേഴ്സിൽ ഇഫ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മെയിൻ എക്സാം എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി യു ക്യാൻ അങ്ങനെയുള്ള മിസ്റ്റേക്സ് നമ്മൾ വരുത്തത്തില്ല. ഓക്കെ, പിന്നെ ഷുവർ ആയിട്ട് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ചെയ്യുള്ളൂ. അപ്പം എനിക്ക് ലാസ്റ്റ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയ 2 മെയിൻസിനും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തത്. ഇപ്പൊ 40 ക്വസ്റ്റ്യൻസ് 37-38 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. 40 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ 100% ഷുവർ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ 50-50 ആയിട്ടുള്ള എല്ലാം ചെയ്യുക. പിന്നെ ഓരോ ഓപ്ഷൻ ഇപ്പൊ 3 എണ്ണത്തിൽ ഒരെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ പോലും ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഡിവൈസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രിലിംസ് മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ലൈക്ക് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. യു ക്യാൻ ഡു മോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് അനലൈസ് ലൈക്ക് വേർ യു ലോസ് ദ മാർക്സ്. ഓക്കെ, ഇനി എന്താണ് പ്രിലിംസിനെ കുറിച്ച് അറിയണ്ടേ? സാർ ഞാനിപ്പോ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് സിവിൽ സർവീസിന് വേണ്ടി. എത്ര നാളിങ്ങനെ അതിനുള്ള ട്രെയിനിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് ആണ്. സോ
ഞാൻ എങ്ങനെയാണ് ഇത് ബേസിക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക? NCERT വായിക്കുക, സാർ പറഞ്ഞ ന്യൂസ് പേപ്പർ ഡെയിലി, അങ്ങനെയാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. NCERT വായിക്കാൻ സ്റ്റാർട്ടഡ് നൗ ഇറ്റ് സെൽഫ്. നമ്മൾ ഒരുപാട് പ്രോക്കാസ്റ്റ് ഒരുപാട് നമ്മൾ ഡിലേ ചെയ്യരുത്. ഒരുപാട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അനലൈസ് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ടേക്ക് യുവർ സിലബസ്, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ സിലബസ്, ട്രൈ ടു അനലൈസ് യുവർ സിലബസ്. സോ ദാറ്റ് ഇസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അത് നിങ്ങൾ ശരിക്കും ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഐ വിൽ സേ യു ഷുഡ് go through your NCERTs. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് NCERTs. തേർഡ് സ്റ്റെപ്പ് ഇസ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പേഴ്സ്, സബ്സ്ക്രൈബ് യോജന, ഇല്ലെങ്കിൽ ഡൗൺലോഡ് ഓർ വോട്ടെവർ. ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് വിത്തിൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് വരുമ്പോൾ യു സ്റ്റാർട്ട് ഡൂയിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് വെൽ. മേ ബി ഇൻ 1 or 2 months you can start doing question papers as well, prelims question papers. Then after that you can go through mains question papers as well. മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2 months യു കൻ സ്റ്റാർട്ട് ഗോയിങ് ത്രൂ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് വെൽ. അത് ഇപ്പോഴേ എടുത്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കണ്ട് ഡിജക്റ്റഡ് ആയിട്ട് നിർത്താൻ തോന്നരുത്. കാരണം എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഐ ഫെൽ ഡിജക്റ്റഡ്. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് അറിയില്ലല്ലോ, എന്നെ കൊണ്ട് എഴുതാനും പറ്റത്തില്ലല്ലോ. സോ ലൈക്ക് അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് ആയിട്ട് നോക്കിയാലും മതി. ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സിലബസ് ആൻഡ് NCERTs. ചോദിച്ചോ സർ. ടൈം മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് അല്ലേ നമ്മൾ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ? കാരണം ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി പോകുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ എല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോകണമല്ലോ. അപ്പോൾ സാറിന്റെ ആ ഒരു ടൈം മാനേജ്മെന്റ് എങ്ങനെ ആയിരുന്നു? കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ, ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ സാർ അതിനെ പറ്റി ഒന്ന് പറയാമോ? ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ശരിയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾ ആരെങ്കിലും ആസ്പിറൻസ് എന്നുള്ള ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു അൺ അക്കാഡമിയുടെ? ഓ സർ, കണ്ടിട്ടുണ്ട്. 12 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. അതിനകത്ത് വെബ് സീരീസ്, അതെ, അതിലെ വെബ് സീരീസിൽ ഒരു ആക്ച്വലി ദാറ്റ് ഇസ് റിയാലിറ്റി. ഓക്കെ, ഞാൻ ഓറലിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ട്. സോ ഐ നോ ഇറ്റ്സ് എ റിയാലിറ്റി. ഫൈൻ. ലൈക്ക് ഓക്കെ, ലെറ്റ് മീ ടെൽ യു ദ തിങ്. ഓക്കെ, അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ഒരു സെറാമിക് പ്രൊഫസറുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ബേസിക്കലി ഇറ്റ് ഇസ് ലൈക്ക് ഒരു പ്രൊഫസർ ഒരു എക്സ്പെരിമെന്റ് നടത്തി. പുള്ളി 2 ഗ്രൂപ്പായിട്ട് ആൾക്കാരെ തിരിച്ചു. ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മഡ് പോട്ട് ഉണ്ടാക്കണം, ഒരു പോട്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എത്ര പോട്ട് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, ക്വാളിറ്റി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്, ബട്ട് ബേസിക് ക്വാളിറ്റി മെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സോ എന്നിട്ട് ലാസ്റ്റ് പുള്ളി അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ദാറ്റ് മെയ്ഡ് മോർ നമ്പർ ഓഫ് പോട്ട്സ്, അവരുണ്ടാക്കിയ ഓരോ പോട്ടിന്റെയും ക്വാളിറ്റിയും ഈ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ പോട്ടിനേക്കാളും നല്ലതുമായിരുന്നു. സോ ദാറ്റ് ഇസ് ദ തിങ്. അതായത് ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഗോ ഫോർ പെർഫെക്ഷൻ യു വിൽ ലൂസ് ഔട്ട് കംപ്ലീറ്റ്ലി. ഇത് അങ്ങനെ ഒരു എക്സാം അല്ല. ഇതില് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ ലൈക്ക് ഒരു മിനിമം ക്വാളിറ്റിയിൽ യു ഹാവ് ടു മേക്ക് നമ്പർ ഓഫ് പോട്ട്സ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഡിവോട്ട് യുവർ ടൈം ഫോർ ലോട്ട് ഓഫ് തിങ്സ്. ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് ആണ് ഇതിനുണ്ടാക്കേണ്ടത്. അപ്പം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇതിൽ സമയം കളയരുത്. ലൈക്ക് ഐ ലൈക്ക് ജോഗ്രഫി, അല്ലെങ്കിൽ ഐ എം ഗുഡ് ഇൻ ജോഗ്രഫി, ഐ വിൽ ബി പെർഫെക്റ്റ് ഇൻ ജോഗ്രഫി. നോ, ഡോണ്ട് ഡു ദാറ്റ്. ജോഗ്രഫിക്ക് ഇത്ര സ്ഥാനമേ ഉള്ളൂ നിങ്ങളുടെ UPSCയിൽ, ഹിസ്റ്ററിക്ക് ഇത്ര സ്ഥാനമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലൈക്ക് ട്രൈ ടു മേക്ക് ലോട്ട് ഓഫ് പോട്ട്സ്. സോ ഇതിനകത്ത് എന്റെ ടൈം മാനേജ്മെന്റ് എങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഡെയിലി ഇപ്പൊ ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ല. നമ്മള് അതൊക്കെ ഇപ്പൊ ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, ഞാൻ ഡെയിലി 10 മണിക്കൂർ പഠിച്ചു, 12 മണിക്കൂർ പഠിച്ചു. പഠിക്കുന്നവരുണ്ടോ തള്ളാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഇങ്ങനെ 12 മണിക്കൂർ പഠിക്കാന്നൊക്കെ ഉള്ളത്. ഡെയിലി എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ന്യൂസ് പേപ്പർ വാസ് എ മസ്റ്റ് ഫോർ മീ. സോ ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്. പിന്നെ എക്സാം എടുക്കുന്ന സമയത്ത് ഐ യൂസ് ടു ഡു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്ത് സംഭവിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഐ യൂസ് ടു ഡു. അതുപോലെ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, ബേസിക് ആയിട്ട് ഞാനൊരു 5-6 hours എങ്കിലും പഠിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. 5-6 hours അറ്റ്ലീസ്റ്റ് ഡെയിലി പഠിക്കാനായിട്ട് ഐ ട്രൈഡ്. സം ഡേയ്സ് 6 hours കൂടുതൽ 7 hours ഒക്കെ പഠിക്കുന്ന ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു 4-5 hours ഒക്കെ പഠിക്കാനേ പറ്റിയിട്ടുള്ളൂ. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഒരു ദിവസം 12 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ 5 ദിവസം പഠിക്കാതിരിക്കുന്നതിൽ കാര്യമില്ല. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഡെയിലി നിങ്ങൾക്ക് മിനിമം എത്ര ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തീരുമാനിക്കുക. മിനിമം തീരെ കുറഞ്ഞു പോകരുത്. ഒരു 5-6 hours ഒക്കെ എനിക്കറിയത്തില്ല, അതൊക്കെ ലൈക്ക് ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ബട്ട് ഐ വിൽ സേ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഡെയിലി ഒരു സെറ്റ് നമ്പർ ഓഫ് അവേഴ്സ് ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്.
ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഫ് യു ഡിസൈഡഡ് യു ഹാവ് ടു റീഡ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, സോ ടൈം മാനേജ്മെന്റ് ഇസ് ഓൾ അബൌട്ട് ബീങ് കൺസിസ്റ്റന്റ്. പിന്നെ എക്സാം ഒക്കെ അടുക്കുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ഒരു എക്സാമിന്റെ ഒരു ചൂടിലൊക്കെ പഠിക്കില്ലേ നമ്മള്. ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മള് ഐ സ്റ്റഡിഡ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എക്സാമിന്റെ തലേദിവസം ഐ എം 100% പ്രൊഡക്റ്റീവ്. എക്സാമിന്റെ ഒരു 2-3 days മുമ്പൊക്കെ മേ ബി വിൽ ബി പ്രൊഡക്റ്റീവ് ഫോർ എനിവേസ് വിൽ ബി പ്രൊഡക്റ്റീവ്, മോർ പ്രൊഡക്റ്റീവ്. നമ്മൾ 10-12 മണിക്കൂറൊക്കെ പഠിക്കും. അതിന് മുമ്പ് ഇറ്റ് വിൽ ബി ഇറ്റ് ഇസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 5-6 hours പഠിക്കാൻ പറ്റിയാൽ ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഹലോ സർ. ചോദിച്ചോളൂ. ചോദിച്ചോളൂ ആന്റണി. ഓക്കെ, ഞാനാണെങ്കിൽ ഈ സിവിൽ സർവീസ് ഈ ചെറുപ്പം തൊട്ടൊരു ആഗ്രഹമാണ്. കാരണം ഒരു 8ാം ക്ലാസ് ഒക്കെ തുടങ്ങി സിവിൽ സർവന്റ് ആകണം എന്നുള്ളൊരു എയിമിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാജുവേഷൻ എന്ന സമയത്താണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തുടങ്ങി. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് അതായത് ഈ 2020 ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെയാണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടാലോ എന്ന് നോക്കിയത്. അതിപ്പം എനിക്ക് 2020 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. അൺഫോർച്യുനേറ്റ്ലി എഴുതാൻ പറ്റില്ല. പക്ഷെ ഞാൻ എയിം ചെയ്യുന്നത് 2022 സിവിൽ സർവീസ്. അപ്പൊ ഞാനിപ്പം ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് തുടക്കം ഒരു ബിഗിനർ എന്ന രീതിയിൽ ഉള്ള ഒരു സാറിന്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് അറിയാൻ കൊള്ളാം. അഡ്വൈസസ് ഡോണ്ട് ലുക്ക് ഫോർ ടു മെനി അഡ്വൈസസ് ആണ് ഫസ്റ്റ് അഡ്വൈസ്. ഒരുപാട് പേരുണ്ടാവും അഡ്വൈസ് ചെയ്യാനായിട്ട്. ഡോണ്ട് ലുക്ക് ഫോർ ടു മെനി അഡ്വൈസസ്. സോ ലൈക്ക് ജോക്സ് അപ്പാർട്ട്, അങ്ങനെ പ്രത്യേകിച്ച് അഡ്വൈസ് ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ഓക്കെ, ഇതിനകത്ത് കുറെ ഞാൻ ആസ്പിറന്റ് വെബ് സീരീസ് കണ്ടോന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദർ ആർ സർട്ടൻ സാഡ് റിയാലിറ്റീസ് ആസ് വെൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ സാഡ് റിയാലിറ്റീസും ഉണ്ട്. അതായത് ഇതിനകത്ത് ലൈക്ക് യു നോ ദാറ്റ് സക്സസ് പെർസെന്റേജ് എത്ര പെർസെന്റേജ് ഉണ്ടാവും? സക്സസ് പെർസെന്റേജ് ആർക്കെങ്കിലും അറിയോ? സക്സസ് പെർസെന്റേജ് എത്രയാണ്? 0.00 സംതിങ് 001. Okay, 1% ഉണ്ടോ? നമ്മൾ എനിവേസ് there are 1% of all 6 lakh is how much? 6 lakh എന്തായാലും എഴുതുന്നുണ്ട്. 60,000. അപ്പൊ 0.1% ഒക്കെയാണ് ഇതിന്റെ സക്സസ്. എനിക്ക് 2020 പാസ് ഔട്ട് ആയ ആരോ പറഞ്ഞാണ്, ആരോ ഞാൻ പറഞ്ഞു ഒരു somebody who cleared the exam told ഒരു 10 നില കെട്ടിടത്തിന്റെ മേളിൽ നിർത്ത് ചാടിയാല് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇതിലും കൂടുതലാണ്, UPSC ക്ലിയർ ആവുന്നതിലും കൂടുതലാണ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. അതൊരു ഞാൻ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. ഓക്കെ ഫൈൻ, ഞാൻ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. ബട്ട് ദാറ്റ് ഈസ് എ സാഡ് റിയാലിറ്റി. അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കയറാനായിട്ട്. പിന്നെ ഇത് ആരുടെയും കഴിവിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒന്നും കാണരുത്. ഇതൊരു സെൽഫ് ടെസ്റ്റ് ആയിട്ടോ നമ്മളിതൊരു ഈഗോ ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ എന്റെ കഴിവിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ടോ ഒന്നും കാണരുത്. നമുക്കെല്ലാവർക്കും പല സ്കിൽസ് ഉണ്ടായിരിക്കും. വി ഓൾ ആർ ടാലന്റഡ്, വി ഓൾ ആർ സ്കിൽഫുൾ. പല ഫാക്കൽറ്റീസ് ഓഫ് മൈൻഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സോ നമുക്ക് ഇതിനോടൊരു ആഗ്രഹമുണ്ട്. സോ വി ഹാവ് കം ടു ദിസ്. നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് വാസ് മൈ മെത്തേഡ് ഓഫ് വർക്കിംഗ്. നിങ്ങൾക്ക് ഇതിനേക്കാളും ബെറ്റർ മെത്തേഡ് ചിലപ്പോൾ ഡിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫൈൻ, ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ടെങ്കിലും എടുക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് എല്ലാവരും ഇതിനകത്ത് ക്ലിയർ ആവണമെന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും യു ഷുഡ് നോട്ട് ടു മൂവ് ഓൺ. യു ഷുഡ് നോട്ട് ടു ലൈക്ക് എപ്പോഴാണ് ഇതിനകത്ത് ഒരു എക്സിറ്റ് പാത്ത് അടിക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പ്രോപ്പർലി. പ്രോസസ് എക്സാം എങ്ങനെയാണ്, എത്ര സക്സസ് പെർസെന്റേജ് ഉണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കണം. പിന്നെ യു ഷുഡ് ബി സിൻസിയർ ടു യുവർ സെൽഫ്. ഇതിനകത്ത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും വി ഓൾ ആർ അഡൽട്സ്. നമ്മളെല്ലാവരും ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നതാണ്. നമുക്കിപ്പം ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഇത് പഠിക്കേണ്ട കാര്യമില്ല. ഇഫ് യു വോണ്ട് ടു ഗോ ഫോർ എ ജോബ്, യു ക്യാൻ ഗോ ഫോർ എ ജോബ് ബിക്കോസ് യു ആർ എ ഗ്രാജുവേറ്റ്. If you want to do something else, you can do that in your life because you're an adult. അപ്പൊ നമ്മൾ ഇതിലേക്ക് വന്നത് ഒരു സ്വന്തമായിട്ടുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ കാരണമാണ്. സോ ബി ട്രൂത്ത്ഫുൾ ടു ദാറ്റ് ഡിസിഷൻ. യു കെയിം ടു ദിസ് ഫോർ എ വൈ ഡിഡ് ഐ കം ടു ദിസ് എന്നുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എല്ലാവരുടെ ഉള്ളിലും വേണം. ആ ആൻസർ ആയിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. സോ യു ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു യുവർ വൈ. വൈ എന്നുള്ള ആൻസറിന് നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെയിൻഫുൾ പ്രോസസ് ആയിട്ട് തോന്നത്തില്ല. അതല്ലാതെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി പെയിൻഫുൾ പ്രോസസ്. പിന്നെ സാഡ് റിയാലിറ്റി ആസ് വെൽ ഐ ടോൾഡ് ലൈക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം. UPSC ഹാസ് 2 sides. അതും മനസ്സിലാക്കണം. പിന്നെ ഇതിന് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നോബഡി ഷുഡ് ബി ഡിജക്റ്റഡ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് യുവർ നോളജ് ഓർ ടെസ്റ്റ് ഓഫ് നോളജ് ഓർ നമ്മളെ സ്വന്തമായിട്ട് മെഷർ ചെയ്യാനുള്ള സാധനമൊന്നുമല്ല. ലക്കും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, സം എലമെന്റ് ഓഫ് ലക്ക് ആസ് വെൽ ഓബ്വിയസ്ലി. ബട്ട് ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. വർക്ക് ചെയ്താൽ മാത്രമേ ലക്ക് ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയാലോ.
എന്നെക്കാൾ ഒരുപാട് സ്കില്ലുള്ളവർക്ക്, കഴിവുള്ളവർക്ക്, എന്നെക്കാൾ ഒരുപാട് നോളജ് ഉള്ളവർക്കും കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. സോ അതും നമ്മൾ മനസ്സിലാക്കണം. You should have a balanced view about this exam. I hope I didn't disappoint anyone. ഞാൻ ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്തതല്ല. I just told the sad reality as well. Okay. ഹലോ സർ. ചോദിച്ചോളൂ. സർ ടൈം മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. സാർ ഒരു പർട്ടിക്കുലർ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ ന്യൂസ് പേപ്പർ റീഡിങ് ഇത്ര ടൈം, അല്ല സബ്ജക്ട് വൈസ് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? അതല്ല കണ്ടിന്യൂസ് 1 year, അതായത് പ്രിപ്പറേഷൻ എക്സാം വരെ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ആക്ച്വലി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ലൈക്ക് എന്റെ കൂടെ പ്രിപ്പയർ ചെയ്ത കുറെ പേരൊക്കെ ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിച്ചവരുണ്ട്. ബട്ട് ഐ എം നോട്ട് എ ടൈം ടേബിൾ പേഴ്സൺ. നമ്മളെ അറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് ഇപ്പം പലരും ഭയങ്കര അടുക്കും ചിട്ടയോടെ ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ലൈക്ക് അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇത് ഇങ്ങനെ ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. മൈ പേഴ്സണാലിറ്റി ഈസ് നോട്ട് സംതിങ് വിച്ച് ക്യാൻ റൺ ഓവർ എ ടൈം ടേബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒന്നും വെച്ചിരുന്നില്ല. ബിക്കോസ് ഐ വാസ് പ്രിറ്റി ഷുവർ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഫോളോ ദിസ്. പക്ഷെ ചില കാര്യങ്ങൾ ഒരു ദിവസം എനിക്ക് പേപ്പർ വായിക്കണം, അല്ലെങ്കിൽ യോജന 2 ആർട്ടിക്കിൾ വായിക്കണം, കുറച്ച് പഠിക്കണം എന്നുള്ളത് മനസ്സിലുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. ചില ദിവസങ്ങൾ ഞാൻ 1 മണിക്കൂർ കൊണ്ട് പേപ്പർ വായിച്ചിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂറൊക്കെ എടുത്ത് പേപ്പർ വായിച്ച ദിവസങ്ങളും ഉണ്ട്. അത് പേപ്പറിൽ ഒരുപാട് കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അത് എന്റെ മോട്ടിവേഷൻ ലെവലിന്റെയോ അല്ലെങ്കിൽ എന്റെ ഒരു ഉഴപ്പിന്റെയോ ഒക്കെയാണ്. അപ്പൊ ഒരു സെറ്റ് ടൈം ടേബിൾ വെച്ച് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യാത്തത്. അതിനർത്ഥം നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ടെന്നല്ല. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഇഫ് സംബഡി കാൺ ഡു ദാറ്റ്, ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ. യു ക്യാൻ മാനേജ്. നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഞാനൊരു ടൈം ടേബിൾ പേഴ്സൺ അല്ല എന്ന് എനിക്ക് അറിവുള്ളത് കൊണ്ട് ഐ ഡിഡ്ന്റ് ഗോ ഫോർ ദാറ്റ്. ഓക്കെ സർ, താങ്ക് യു. ഇനി shall I talk about means? അതോ you have more questions? സർ ഒരു ക്വസ്റ്റ്യന്. ചോദിച്ചോളൂ. സർ ഈ ഹിസ്റ്ററിയിലും ആർട്ട് ആൻഡ് കൾച്ചറിലും സാർ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ഭയങ്കര ഫാക്ച്വൽ ആൻഡ് ഭയങ്കര ആക്ച്വലായിട്ട് അങ്ങനത്തെ സംഭവം. അതായത് ഇപ്പം ഒരു സ്റ്റേറ്റും അതിന്റെ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? ഹലോ, ആം ഐ ഓഡിബിൾ? എന്റെ കണക്ഷൻ ആണോ പോയെ? ഹലോ, അല്ല സാറിന് കേട്ടില്ല. കേൾക്കാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ഞാൻ നേരെ കേട്ടില്ല. ബട്ട് ഐ തിങ്ക് ക്രക്സ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറിൽ ഒരുപാട് ഫാക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് യു ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്. സോ എന്ത് ചെയ്യണം എന്നുള്ളതാണോ? അതെ. ഓക്കെ. എനിക്ക് ലൈക്ക് മൈ ഓപ്ഷൻ വാസ് ഹിസ്റ്ററി. ബട്ട് സ്റ്റിൽ പ്രിലിംസിന് ചോദിക്കുന്ന പല ഹിസ്റ്ററി ക്വസ്റ്റ്യൻസും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത്, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ചില കാര്യങ്ങൾ UPSC തന്നെ മേളിൽ ചോദിക്കും. ദാറ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ പഠിച്ചിട്ടും എനിക്ക് ക്വസ്റ്റൻ അറിയത്തില്ലെങ്കിൽ അത് ആർക്കും അറിയത്തില്ലെങ്കിൽ അത് പോട്ടെന്ന്. ദിസ് ഇസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇഫ് സംതിങ് ലൈക്ക് UPSC ലൈക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം ജെയിൻസിൽ എന്തൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് എനി ക്ലൂ അറ്റ് ഓൾ. എനിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ കേട്ടിട്ടും ഇല്ലാത്ത പല കാര്യങ്ങളും ഒരുപാട് പ്രിലിംസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡോണ്ട് പാനിക്. ഇപ്പം ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത്, ഇപ്പൊ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഈ എക്സാം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റിന് ഉത്തരം എനിക്ക് അറിയത്തില്ലെങ്കിൽ ആർക്കും അറിയത്തില്ല. ആർക്കും അറിയാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ അത് പോട്ടെ. ദിസ് എ കോമ്പറ്റേറ്റീവ് എക്സാം. മനസ്സിലായോ? നമുക്കറിയാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ, അതിനെ ടാക്കിൾ ചെയ്യുക. സോ ഹിസ്റ്ററി ആർട്ട് ആൻഡ് കൾച്ചറും പഠിക്കുക. ബട്ട് ഡോണ്ട് ഗോ ടു ഡീപ്പ് ഇൻ ടു ദാറ്റ്. ബിക്കോസ് നമ്മൾ അത്ര ഡീപ്പായിട്ട് പോയാലും യു വിൽ നോട്ട് ബി ഏബിൾ ടു ആൻസർ എന്ന് എനിക്ക് തോന്നുന്നു ചില ക്വസ്റ്റ്യൻസ്. കാരണം ഇഫ് ഐ ട്രൈ ടു ടെസ്റ്റ് യു വിത്ത് എ ക്വസ്റ്റ്യൻ അയക്കാൻ, ഞാനിപ്പോ ഇപ്പൊ നിങ്ങളാണല്ലേ എനിക്ക് എന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ലോകത്ത് ഒരുപാട് കാര്യങ്ങളില്ലേ എനിക്ക് അറിഞ്ഞൂടാത്തത്, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത്. അപ്പൊ അത് എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലീവ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ ടു ലീവ് സം ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ദെയർ ഇസ് നോ ഇഷ്യൂ. യാ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോ. സാർ നമ്മൾ ഈ ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യില്ലേ? ഹലോ, ചോദിച്ചോളൂ. കേൾക്കാം. നമ്മൾ ഓപ്ഷൻ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഗ്രാജുവേഷൻ ബേസിൽ ചൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പൊ ഞാൻ മാനേജ്മെന്റ് ആണ് പഠിച്ചു കഴിഞ്ഞത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന PG മാനേജ്മെന്റ് തന്നെയാണ്, MBA ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ സബ്ജക്ട് ഞാൻ ചൂസ് ചെയ്ത് എനിക്ക് ഓപ്ഷനിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് എഴുതാൻ പറ്റും, ഡെപ്ത് കൂടുതൽ എഴുതാൻ പറ്റുമോ?
അതിന് ആക്ച്വലി ഐ എം നോട്ട് കോമ്പിറ്റന്റ് ഇനഫ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം നാട്ടിലുള്ള ഭൂരിഭാഗം എഞ്ചിനീയേഴ്സിനെ പോലെ എങ്ങനെയോ എഞ്ചിനീയറിംഗിന് പെട്ട ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തില്ല എന്റെ UPSC-ക്ക്. ഞാൻ ഹിസ്റ്ററി ആണ് എടുത്തത്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ എം കോമ്പിറ്റന്റ് ഇനഫ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് തിങ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇല്ലേ, നമ്മള് ലോജിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇഫ് ഐ എം പാഷനറ്റ് അബൌട്ട് സംതിങ്, ഞാനിപ്പോ എനിക്ക് പാഷൻ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഹിസ്റ്ററി, എക്കണോമിക്സ് ഒക്കെ. ഞാൻ അതിൽ ഗ്രാജുവേഷൻ ചെയ്തിട്ട് അത് തന്നെ എന്റെ ഓപ്ഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി എനിക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് കൂടുതലാണ്. എനിക്ക് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത് പഠിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. സോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് ലോജിക്കലി ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് പ്രിസൈസ്ലി ഐ എം നോട്ട് ഏബിൾ ടു ആൻസർ ക്വസ്റ്റ്യൻ ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്ത ഒരാളല്ല. താങ്ക് യു സർ. ഹലോ സർ. ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. സാറിന്റെ ഓപ്ഷനിൽ ഹിസ്റ്ററി ആയിരുന്നല്ലോ. അപ്പോൾ അതും ഈ മെയിൻസിന്റെ എക്സാമിനൂടെ എത്ര മാത്രം അത് ഹെൽപ്ഫുൾ ആയി? അതായത് രണ്ടിനും, അതായത് ഓപ്ഷണലിനും ബാക്കിയുള്ള GS പേപ്പറിനും കൂടെ കൂടുതൽ അപ്പം എന്താ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഓപ്ഷണൽ ഹിസ്റ്ററി ആയതുകൊണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോന്ന് പറഞ്ഞാല് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം GS ഹിസ്റ്ററിക്ക് ചോദിച്ച ചോദ്യമൊക്കെ അത് ഹിസ്റ്ററി ഓപ്ഷൻ എടുക്കാത്ത ഒരാൾക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. പക്ഷെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് എക്സാമിന്റെ തലേ ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ട് ദീപക്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചോണ്ടിരുന്നത്. പുള്ളി ഇപ്പൊ IRS-ലാണ്. അപ്പം ഞങ്ങൾ പഠിക്കുമ്പോൾ ദീപക് ഇങ്ങനെ വേൾഡ് ഹിസ്റ്ററി വായിക്കുകയാണ്. അവന് വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാണ്. essay കഴിഞ്ഞു. GS1 essay കഴിഞ്ഞിട്ടുള്ള essay ഫസ്റ്റ് ഡേ എക്സാം അറിയാലോ അല്ലെ. ഫസ്റ്റ് ഡേ essay ആണ്. essay ഉച്ചവരെ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് GS1-2. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് GS1-2. അപ്പൊ അവൻ ഇങ്ങനെ ഹിസ്റ്ററി ഒരുപാട് അവൻ വായിക്കുകയാണ്. ഹീസ് ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഓൾ. എനിക്ക് പക്ഷെ ആ സമയം വേറെയുള്ള കാര്യങ്ങളിലേക്ക് ഡിവോട്ട് ചെയ്യാൻ പറ്റി. ബിക്കോസ് ഹിസ്റ്ററി എനിക്ക് അറിയാലോ. ഇറ്റ് വാസ് മൈ ഓപ്ഷണൽ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കുറച്ചുകൂടെ ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാൻ പറ്റി. പക്ഷെ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ വീൽ ഷെയർ ഇറ്റ് അക്രോസ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ. ഇപ്പൊ അവന്റെ ഓപ്ഷനിലായിരുന്നു. സോ അവന്റെ ഓപ്ഷൻ സോഷ്യോളജി ആയിരുന്നു. അപ്പൊ സൊസൈറ്റിനെ കുറിച്ച് അവനൊന്നും പഠിക്കേണ്ടി വന്നില്ല. എനിക്ക് അതിനെ കുറിച്ച് എക്സ്ട്രാ വായിക്കേണ്ടി വന്നു. സോ ഇറ്റ് ഈവൻ ഔട്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. പിന്നെ ഹിസ്റ്ററി ഡിഡ്ന്റ് ഹെൽപ്പ് മീ എന്ന് അങ്ങനെ പറഞ്ഞാൽ അത് എന്റെ കുറ്റമാണ്, ഹിസ്റ്ററിയുടെ കുറ്റമല്ല. എനിക്ക് ഹിസ്റ്ററിക്ക് ഞാൻ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ I got 251. ഇറ്റ് ഈസ് നോട്ട് എ വെരി ഗുഡ് മാർക്ക്. സർവീസ് കയറിയില്ല ആ വർഷം. സർവീസ് കയറിയ വർഷം എനിക്ക് കിട്ടിയപ്പോൾ 261. 10 മാർക്സ് ആണ് ഹിസ്റ്ററിയിൽ ഇമ്പ്രൂവ് ആയത്. സോ അതുകൊണ്ട് ഹിസ്റ്ററി എടുത്തത് കൊണ്ട് സർവീസ് കയറിയെന്നൊന്നും പറയുന്നില്ല. സാർ ഹിസ്റ്ററി എന്നുള്ളത് ആദ്യം തൊട്ടേ ഓപ്ഷൻ സാറിന്റെ ഫിക്സ്ഡ് ആയിരുന്നോ? ഹിസ്റ്ററി അത് ചേഞ്ച് ചെയ്തിട്ടില്ല? ഇല്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനിൽ ഫിക്സ്ഡ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഹിസ്റ്ററി ഐ ലൈക്ക് ഹിസ്റ്ററി. ഹിസ്റ്ററി എടുക്കാന്നുള്ളത് എന്റെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. അതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പറയാം. സാറിന്റെ ഓപ്ഷൻ ഹിസ്റ്ററിയെ കുറിച്ച് മീൻസ് സിലബസ് എന്നല്ല, സാറിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എടുത്തു എന്ന് മനസ്സിലായി. അതുകൊണ്ട് അതെങ്ങനെ കവർ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ഹിസ്റ്ററി എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എടുത്താണ്. ഫസ്റ്റ് തിങ് ഐ ടോൾഡ്. സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. അപ്പൊ ഒരുപാട് പേര് എന്റെ അടുത്ത് എടുക്കരുത് എന്ന് പറഞ്ഞു. എനിക്കിഷ്ടം എക്കണോമിക്സ് ആയിരുന്നു. അപ്പൊ എക്കണോമിക്സ് എടുക്കാനായിട്ട് ഇവിടെ പണ്ടൊരു സാറുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ഞാനും എന്റെ ഫ്രണ്ടും കൂടെ എക്കണോമിക്സ് എടുക്കാനായിട്ട് അവന്റെ അമ്മയ്ക്ക് സാറിനെ അറിയാം. അവന്റെ അമ്മ ഒരു എക്കണോമിക്സ് പ്രൊഫസറാണ്. അപ്പം സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എക്കണോമിക്സ് എടുത്താൽ എന്തായാലും പാസ്സാവത്തില്ല എന്ന് പറഞ്ഞു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ പെട്ടെന്ന് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു സാധനമല്ല എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അപ്പൊ എക്കണോമിക്സ് വിട്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം താല്പര്യം ഹിസ്റ്ററി ആയിരുന്നു. ഹിസ്റ്ററി എടുത്തു. ഹിസ്റ്ററി എടുത്തിട്ട് സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹി പോയിട്ട് കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിക്ക്. ബാലിൻ സാറിന്റെ അടുത്താണ് ഞാൻ ഹിസ്റ്ററി പഠിച്ചത്. ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ. കാരണം സിലബസ് കവർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു സാറിന്റെ കോച്ചിങ്. പിന്നെ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ നോട്ട് മാത്രം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 250 to 260 ഒക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാറിന്റെ നോട്ട് മാത്രമേ വായിച്ചുള്ളൂ. സാർ എക്സ്ട്രാ വായിക്കാൻ പറഞ്ഞ ഒരു സാധനം പോലും വായിച്ചില്ല. മടി കാരണം, സമയക്കുറവെല്ലാം കാരണം, പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് ഐ എൻഡഡ് അപ്പ് ഹാവിംഗ് 261 ഇൻ ഹിസ്റ്ററി, which is not a very very good mark. ഹിസ്റ്ററി എടുത്തിട്ട് എന്റെ ബാച്ച്മേറ്റ്സിനൊക്കെ ഉണ്ട്. നിധി she got 298. There are people who got 300, 310. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രഘു, he got 316. So there are a lot of people who have scored well in history. ഹിസ്റ്ററി എടുത്താൽ മാർക്കൊക്കെ കിട്ടും. അത് പഠിക്കേണ്ട രീതി പഠിച്ചാൽ മാർക്ക് കിട്ടും. ഞാൻ പഠിച്ച രീതിയിൽ എന്തൊക്കെയോ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ. എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല വന്നത്. ഐ എക്സ്പെക്ടഡ് ഗുഡ് മാർക്സ് ഫോർ പേപ്പർ 2. പേപ്പർ 2 ഹിസ്റ്ററി പേപ്പർ 2 വേൾഡ് ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഇന്ത്യ.
പേപ്പർ 1 ഇസ് ഏൻഷ്യന്റ് ഇന്ത്യ ആൻഡ് മിഡീവൽ ഇന്ത്യ. അപ്പൊ പേപ്പർ 1 കുറവും പേപ്പർ 2 കൂടുതൽ കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പേപ്പർ 2 ആയിരുന്നു ഞാൻ എന്റെ സ്ട്രോങ് ഏരിയയും, പക്ഷെ തിരിച്ചാണ് വന്നത്. പേപ്പർ 1 ഐ ഗോട്ട് അറൌണ്ട് 145, പേപ്പർ 2 ഐ ഗോട്ട് 116 ഓർ സംതിങ്. സോ അതാണ് ഹിസ്റ്ററിയുടെ കഥ. ഓക്കെ സർ, താങ്ക് യു. പിന്നെ എഴുതുന്ന പോലെ ഒന്നും മാർക്ക് വരണമെന്നൊന്നും ഇല്ല കേട്ടോ. ആ വർഷത്തെ ഇവാലുവേഷൻ ഒക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും ഓരോ പേപ്പർ. അങ്ങനെ സർ ഇൻട്രസ്റ്റ് നോക്കി മാത്രം ഹിസ്റ്ററി, അതായത് അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്ട്സും ഫുൾ ബാക്കി സബ്ജക്ട്സ് റെഫർ ചെയ്തിട്ട് അതിൽ കംഫർട്ട് ആയിട്ടുള്ളത് നോക്കി സെലക്ട് ചെയ്യുമായിരുന്നു, അതോ താങ്കളുടെ ഇൻട്രസ്റ്റ് മാത്രം നോക്കി ഹിസ്റ്ററി, എക്കണോമിക്സ് ഈ 2 ഓപ്ഷൻ മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു, അതോ ബാക്കിയുള്ളതും കൂടെ കമ്പയർ ചെയ്തിട്ടാണോ ലാസ്റ്റ് ഇത് ഫിക്സ് ചെയ്തത്, അതോ ഇൻട്രസ്റ്റ് മാത്രം? ആക്ച്വലി ഞാൻ ഇൻട്രസ്റ്റ് മാത്രമേ നോക്കിയുള്ളൂ. ഞാൻ വേറൊരു ഫാക്ടറും അവിടെ നോക്കിയില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ കോളേജ് മീറ്റോട് ഒരുമിച്ചാണ് പ്രിപ്പറേഷൻ ഇറങ്ങിയത്. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് എക്കണോമിക്സ് എടുക്കാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ എക്കണോമിക്സ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും പാസ്സാവില്ല എന്ന് കേട്ടപ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഹിസ്റ്ററി എടുത്തു. ഞങ്ങൾ ഒരുമിച്ച് ഹിസ്റ്ററി എടുത്തു. അവൻ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഹിസ്റ്ററി അല്ല എന്ന് മനസ്സിലായി, അവൻ സോഷ്യോളജി എടുത്തു പോയി. ഞാൻ ഹിസ്റ്ററി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അവൻ ഓപ്ഷനിൽ മാറ്റിയതൊക്കെ അവന് ബാക്ക് ഫെയർ ചെയ്തു. ഞാൻ മീൻസ് ഹീഡിൻ ക്വാളിഫൈ ചെയ്യേണ്ട ചാൻസ് കഴിഞ്ഞു, ഹീഡിൻ ക്വാളിഫൈ. അപ്പൊ അവനത് പിന്നെ ബാക്ക് ഫെയർ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഓപ്ഷനിൽ നമ്മൾ ശരിക്കും തോട്ട്ഫുൾ ആയിട്ട് ഓപ്ഷൻ എടുക്കുക. ഇടയ്ക്ക് വെച്ച് മാറുന്നതൊന്നും അത്ര ഒരു ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് യുവർ എഫേർട്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് എടുക്കുക, താല്പര്യമുള്ളതും മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ഒക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കുക ആൻഡ് സ്റ്റിക്ക് ടു ദാറ്റ്. ഇനി എന്താണ് ചോദിക്കാനുള്ള? പ്രിലിംസ്, മെയിൻസ്. ഷുഡ് ഐ ടോക്ക് അബൌട്ട് മെയിൻസ് ഓർ യു വാണ്ട് ടു ആസ്ക് സംതിങ് അബൌട്ട് മെയിൻസ്? Or should I talk about interview? You want to know about foreign service? എല്ലാം വേണം സർ. ഓക്കെ, എന്നാ മെയിൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാം. മെയിൻസ് നിങ്ങൾക്ക് അറിയാലോ, എത്ര പേപ്പർ ഉണ്ട് മെയിൻസിന്? ആരെങ്കിലും പറഞ്ഞേ? 7. 4 GS ഒരു essay, 5 പിന്നെ 2 ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ ഉണ്ട് 2. 9 പേപ്പർ ഉണ്ട്. 2 പേപ്പർ ഉണ്ട്. ലാംഗ്വേജ് പേപ്പറും. എക്സാക്ട്ലി, ലാംഗ്വേജ് പേപ്പർ. മലയാളവും ഇംഗ്ലീഷും. അതെ, എക്സാക്ട്. 9 പേപ്പർ ഉണ്ട്. സോ essay ആണ് ഫസ്റ്റ് പേപ്പർ. essayക്ക് വേണ്ടി സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു essayക്ക് വേണ്ടിയിട്ട്. ബട്ട് ഐ ഗോട്ട് ഗുഡ് മാർക്സ് ഫോർ essay. ഇൻഫാക്ട് ആദ്യത്തെ പ്രാവശ്യം ഡീസെന്റ് മാർക്സ് കിട്ടി, 2ാം പ്രാവശ്യം ഐ ഗോട്ട് ഗുഡ് മാർക്സ് ഫോർ essay. സോ essay, I think essay is all about നമ്മൾ GS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ essay എഴുതുക, നമ്മൾ ഇതിന് പോകുന്നതിന് മുമ്പ് ട്രൈ ടു പ്രാക്ടീസ് ഫ്യൂ essays. ദാറ്റ് വിൽ ഹെൽപ്പ് മെയിൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പ്. സോ പ്രിപ്പറേഷൻ നിങ്ങളുടെ നോർമൽ പ്രിപ്പറേഷനുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. ഇത് ആ നോളജ് വെച്ചിട്ട് എഴുതാൻ പറ്റും. പക്ഷെ essay എഴുതിയിട്ട് ഗെറ്റ് ഇവാലുവേറ്റഡ് ബൈ സംബഡി. അപ്പം ഒരു 3rd person പെർസ്പെക്റ്റീവും കിട്ടും നമുക്ക്. അത് പിയർ ഇവാലുവേറ്റ് ചെയ്താലും മതി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് എക്സ്ചേഞ്ച് ചെയ്താലും മതി. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുഡ് ടു ഹാവ് എ സ്റ്റഡി സർക്കിൾ. ഓക്കെ, അത് ഞാൻ പറയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ആരെങ്കിലും കൂടെ പഠിക്കാനുള്ളപ്പോഴാണ്. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. 2 of us qualified. We were a team of 6. 2 of us qualified. And Deepak qualified. Deepak is in IRS. So അതാണ്. അപ്പൊ essay അങ്ങനെയാണ്. ഇപ്പൊ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിയർ ഇവാലുവേഷൻ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ ആൻസർ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. പിന്നെ GS 1 and 2 is basically നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. GS 1 is all about history, geography and society. കൂടുതൽ സ്റ്റാറ്റിക് ടോപ്പിക്സ് ആണ്, ഡൈനാമിക് ടോപ്പിക്സ് കുറവാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിനൊന്നും അധികം പ്രസക്തി ഇല്ല GS 1. GS 1 is all about സ്റ്റാറ്റിക് ടോപ്പിക്സ്. ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രെഡിക്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ ഈ വർഷം ഇതൊരു ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ദർ മൈറ്റ് ബി ക്വസ്റ്റ്യൻ ഓഫ് ദാറ്റ്. കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ഇയർ ഓഫ് സംതിങ് എൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ വർഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ജോഗ്രഫിക്കകത്ത്. അപ്പൊ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൊസൈറ്റി, ഒരു ജനറൽ പെർസ്പെക്റ്റീവ് അബൌട്ട് സൊസൈറ്റി വേണം നമുക്ക്. അത് വായിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ്. പേപ്പർ വായിക്കുമ്പോഴും യോജന വായിക്കുമ്പോഴൊക്കെ ഉണ്ടാവും, പോയിന്റ്സ് കിട്ടും. GS 2 is dynamic. GS 2 is more about polity, internal security is paper 3 I guess. Okay, polity ഒക്കെയാണ്
GS2 ഇന്റർനാഷണൽ റിലേഷൻസ് ആസ് വെൽ. സോ പോളിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ലക്ഷ്മികാന്തിന്റെ നോളജ് പോരാ GS2 യു ഷുഡ് നോ ദ കറന്റ് ടോപ്പിക്സ്, കറന്റ് കേസസ്, കറന്റ് ഇഷ്യൂസ് ഒക്കെ അറിയണം. അപ്പം CAA ആണ് ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ആണ് ഒരു ഇഷ്യൂ. ഇങ്ങനെയുള്ള രാജ്യത്ത് നടക്കുന്ന എല്ലാ ലോസിനെ കുറിച്ചും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊണൗൺസിനെ കുറിച്ചും എനാക്ട്മെന്റ്സിനെ കുറിച്ചൊക്കെ നല്ലൊരു നോളജ് വേണം. അത് നമ്മൾ കറന്റ് അഫയേഴ്സിന്റെ പാർട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതാണ് അതിന്റെ ഒരു GS2ന്റെ കുറിച്ച്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് ബേസിക്കലി ബേസിക് നോളജ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ ഈ ക്ലാസ് റൂംസിൽ നിന്ന് കിട്ടും. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ തന്നെ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹിന്ദു ന്യൂസ് പേപ്പറിലെ വേൾഡ് പേജ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ ഒരുപാട് നമ്മളിപ്പോ എക്കണോമിസ്റ്റിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് ആണല്ലോ. എക്കണോമിസ്റ്റിന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് വെറുതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ. എക്കണോമിസ്റ്റ്, ഫോറിൻ പോളിസി, ഇതിന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജ് വെറുതെ ലൈക്ക് ചെയ്തിട്ടോ. യു വിൽ ഗെറ്റ് ടു നോ ദ ടോപ്പിക്സ്, ട്രെൻഡ്സ്, കറന്റ് ആർട്ടിക്കിൾസ് ഒക്കെ കിട്ടും. വെറുതെ വായിക്കുന്നത് നല്ലതാണ്. GS3 is economy. So economy, internal security, disaster management ഒക്കെയാണ് GS3. Economy also current and dynamic ആണ്. So economic survey and budget ആണ് നമ്മുടെ കോർ സോഴ്സസ്. economic survey ബഡ്ജറ്റ് നന്നായിട്ട് വായിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പർ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് യോജന ഹാസ് ഹെൽപ്ഡ് എ ലോട്ട്. ഇന്റർണൽ സെക്യൂരിറ്റി, ലൈക്ക് യു ക്യാൻ ആസ്ക് യുവർ ഫാക്കൽറ്റി, ദേ വിൽ സജസ്റ്റ് സം ബുക്സ്. പ്ലസ് കണ്ടംപററി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പൊ ബോർഡറിൽ ഇഷ്യൂ ഉണ്ട്, ഇപ്പൊ ബോർഡർ മാനേജ്മെന്റ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് തന്നെ ചിന്തിക്കാമല്ലോ. ബോർഡർ മാനേജ്മെന്റ് നമ്മൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നൊക്കെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക. ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇഷ്യൂ ഉണ്ടാവുക നോക്കുക, എന്തൊക്കെയാണ് ഇഷ്യൂസ് നോക്കുക. ഇപ്പൊ നക്സൽ ഇഷ്യൂസ് ആണോ, ഇപ്പൊ നക്സൽ അഫക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്, അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാവുന്നത്, ഒരു അനാലിസിസ്, ഒരു അനലിറ്റിക്കൽ കണ്ടംപററി ഇഷ്യൂസ് അറിയുക, അതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. അതാണ് GS3. Then disaster management is also pretty static. പ്രത്യേകിച്ച് ഡൈനാമിക് ആയിട്ടൊന്നുമില്ല. GS4 is ethics. Ethics is like ethics is your ethics എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറയാ, എത്തിക്സ് നമ്മള് ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ആൻസർ ഒന്നും എഴുതിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ആൻസർ ഒന്നും എഴുതിയിട്ടില്ല. ഐ വുഡ് സേ ദാറ്റ് ഓക്കെ യു ക്യാൻ നമ്മുടെ കൂടുതൽ എക്സാമ്പിൾസ് എഴുതുക. എന്ത് ചോദിച്ചാലും എക്സാമ്പിൾസ് എഴുതുക. ഇപ്പം എക്സാമ്പിൾസ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് കോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ലൈക്ക് ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്, ഇപ്പൊ ഗാന്ധിജീനെ, എബ്രഹാം ലിങ്കണൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ടംപററി നമുക്ക് ലൈക്ക് ഒരുപാട് കേസ് സ്റ്റഡീസ് പഠിക്കും. യോജനയൊക്കെ പഠിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കേസ് സ്റ്റഡീസ്. ആംസ്ട്രോങ് പാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IAS ഓഫീസറെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉറങ്ങിയോ എല്ലാവരും? ബോറടിക്കുണ്ടോ? ഇല്ല സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മള് ആംസ്ട്രോങ് പാമേനെ എന്ന് പറഞ്ഞാൽ ഹി കൺസ്ട്രക്റ്റഡ് റോഡ് ബൈ ഹിംസെൽഫ് ഇൻ ഫവർ ദ സ്റ്റേറ്റ്. ഫൈൻ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കേസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് യോജനയിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ എഴുതുക, അതാണ് എത്തിക്സിന് വേണ്ടത്. എത്തിക്സിന് കൂടുതൽ ഞാൻ പറയുന്ന എക്സാമ്പിൾസ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ഇൻ എത്തിക്സ്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻസ് കാണാതെ പഠിച്ച് എഴുതുന്നതിനേക്കാളും കൂടുതൽ ഐ വിൽ സേ എക്സാമ്പിൾസ് ഒക്കെ എഴുതുക. റിയൽ ലൈഫ് എക്സാമ്പിൾസ് വേണമെങ്കിലും എഴുതാം. അതാണ് എത്തിക്സ്. ഓപ്ഷണൽ ഇസ് യുവർ ഓപ്ഷണൽ. ലാംഗ്വേജ് പേപ്പർ യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. കോൺഫിഡന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പേപ്പർ ആയിട്ട് എടുക്കുക. മലയാളമോ ഹിന്ദിയോ വാട്ട് എവർ ഇറ്റ് ഇസ്, യു വിൽ പാസ്. സോ ദാറ്റ്സ് അബൌട്ട് മെയിൻസ്. നൗ യു ക്യാൻ ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. സർ, റൈറ്റിംഗ് സ്കിൽസ് ഹോൺ ചെയ്തെടുക്കാനുള്ള സാറിന്റെ അഭിപ്രായത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ? എഴുതുക എന്നുള്ളത് തന്നെയാണ് അതിന് ബെസ്റ്റ് സ്ട്രാറ്റജി. അതും ടൈം ഞാൻ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു സ്റ്റഡി സർക്കിൾ ഉണ്ടായിരുന്നു. സോ വാട്ട് ഐ യൂസ് ടു ഡു ലൈക്ക് ഐ യൂസ് ടു റൈറ്റ് ആൻ ആൻസർ ഡെയിലി. ആൻഡ് ലൈക്ക് എന്റെ ശ്രുതി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ലൈക്ക് കോച്ചിങ് വി യൂസ് ടു റൈറ്റ് ആൻസർ ഡെയിലി ആൻഡ് വി യൂസ് ടു എക്സ്ചേഞ്ച് ആൻഡ് ഇവാലുവേറ്റ്. ഒരു ആൻസർ ഡെയിലി എഴുതുമായിരുന്നു. ക്വസ്റ്റ്യൻ വി യൂസ് ടു ടേക്ക് ഫ്രം ഇൻസൈറ്റ് ഓൺ ഇന്ത്യ. അവിടെ ഡെയിലി കുറെ ക്വസ്റ്റ്യൻസ് ഇടുമല്ലോ. വി യൂസ് ടു ടേക്ക് ഫ്രം ദാറ്റ് ആൻഡ് വി യൂസ് ടു റൈറ്റ് ദ ആൻസർ, evaluate each other and share the points also. എന്തൊക്കെയാണ് നമ്മുടെ ഒരു പോയിന്റ്. അപ്പം എനിക്ക് കുറെ പോയിന്റ്സ് ഉണ്ടായിരിക്കും, പുള്ളിക്കാരി കുറെ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് കിട്ടി. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടായിരുന്നു. സോ വി ഡിഡ് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് 5-6 months. ഡെയിലി 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 6 months എന്ന് പറയുമ്പോൾ, ഒരു മന്ത് 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് 6 months എന്ന് പറയുമ്പോൾ 180 ക്വസ്റ്റ്യൻസ് ആയില്ലേ. അപ്പൊ 180 ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തു, 180 ആൻസേഴ്സ് എഴുതി. സോ അതാണ് അതിന്റെ ഒരു ക്രക്സ്. എഴുതുക, ഒരുപാട് എഴുതുക. ഡെയിലി ഒരു ആൻസർ വെച്ച് എഴുതുക. ടൈം ബൗണ്ട് ആയിട്ട് എഴുതുക. ഒരു ആൻസറിന് ഒരു 7 minutes ഒക്കെ കൊടുത്തിട്ട് എഴുതുക. പിന്നെ മൾട്ടി ഡയമെൻഷനായിട്ട് ചിന്തിക്കുക.
ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സോഷ്യൽ പെർസ്പെക്റ്റീവ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്, പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, അങ്ങനെ എല്ലാ പെർസ്പെക്റ്റീവിനെ കുറിച്ച് എഴുതുക. അപ്പൊ ആ ഒരു ഷെൽഫ് അങ്ങനെ കണ്ട് നമ്മൾ പറയും സോഷ്യോ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ഗെറ്റ് 1 പോയിന്റ് ഈച്ച്. ഒരുപാട് ഡൈവേഴ്സ് പോയിന്റ്സ് എഴുതാൻ പറ്റും. ഒരു പോയിന്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഡൈവേഴ്സ് പോയിന്റ്സ് എഴുതുന്നതിനാണ് മാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട്, എന്താ പറയാ, അങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഐ തിങ്ക് ആൻസർ വിൽ ലുക്ക് മോർ അപ്പീലിംഗ്. ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സിവിൽ സർവീസിന് വേണ്ടത് ഒരു ബ്രോഡ് ബേസ്ഡ് നോളജ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എങ്ങനെയാണ്, അതാണ് ആൻസർ റീഡിങ്ങിനെ കുറിച്ച്. യു ഷുഡ് റൈറ്റ് മോർ. പിന്നെ ആരുടെയെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ മോശമാണ്. അപ്പം ഞാൻ ചെറിയ ട്വീക്ക് വരുത്തി. ഞാൻ എന്റെ പെൻ മാറ്റിയിട്ട് ഞാൻ മറ്റേ പൈലറ്റിന്റെ ഒരു പെൻ യൂസ് ചെയ്തു. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടൊരു പെൻ യൂസ് ചെയ്യുക. എനിക്ക് പൈലറ്റ് കംഫർട്ടബിൾ ആയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആരോ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഐ ഫൗണ്ട് ഇറ്റ് കംഫർട്ടബിൾ. പിന്നെ ബോൾഡ് ലെറ്റേഴ്സ് കുറച്ചുകൂടെ വലുതാക്കുക, സ്പേസിങ് കൂട്ടുക. ലെറ്റേഴ്സ് വലുതാക്കുക, സ്പേസിങ് കൂട്ടി എഴുതുക. അപ്പം നിങ്ങളുടെ ആൻസർ പ്രോമിനന്റ് ആയിട്ട് നിൽക്കും. മാത്രമല്ല ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അപ്പൊ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്നുള്ള അത്രത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. മൈ ഹാൻഡ് റൈറ്റിംഗ് ഇസ് മിസറബിൾ, ഹോറിബിൾ, നോബഡി ക്യാൻ റീഡ് ഇറ്റ് എന്ന് വരെ ആദ്യം ആൻസർ ചെയ്തപ്പോൾ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. സോ it's okay to have a bad handwriting, still you will qualify for this exam. അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട. ഇനി എന്താ ചോദിക്കാനുള്ള? Somebody is muted and talking, I guess. കഴിഞ്ഞോ? ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ? സാർ മെയിൻസിലെ മറ്റേ സിലബസിലെ ടോപ്പിക് എല്ലാം വെച്ചിട്ട് അതിന് ഓരോ ടോപ്പിക്കിനും മറ്റേ പോയിന്റ് എഴുതിയിട്ടുണ്ടായിരുന്നോ? സിലബസിലെ എല്ലാ ടോപ്പിക്കിന്റെയും പോയിന്റ്സ്? എല്ലാ ടോപ്പിക്കിന്റെയും പോയിന്റ്സ് എഴുതിയില്ല. ആക്ച്വലി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ സിലബസിലുള്ള എല്ലാ ലൈനും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു. അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. സോ വി ജസ്റ്റ് മേഡ് ഷുവർ ദാറ്റ് വി ഹാഡ് എ ടിക്ക് മാർക്ക് ഇൻ ലൈക്ക് ഈച്ച് ലൈൻ ഇൻ ദ സിലബസ്. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വിൽ ഹെൽപ്പ്. അതും നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി ആണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ. വാട്ട് വി യൂസ് ടു ഡു, ലൈക്ക് ഞങ്ങൾ ഒരു വൈറ്റ് ബോർഡ് മേടിച്ചിട്ട് ഞങ്ങൾ ഒരു ടോപ്പിക് എടുത്തിട്ട് ഞങ്ങൾ വി കെപ്റ്റ് എ വൈറ്റ് ബോർഡ് ആൻഡ് ഞങ്ങൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾക്ക് തോന്നുന്ന പോയിന്റ്സ് ഞങ്ങൾ എഴുതിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ വൈറ്റ് ബോർഡിലുള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെച്ചു. എക്സാമിന്റെ തലേദിവസം ഞങ്ങൾ ആ ഫോട്ടോസ് മാത്രം നോക്കി പോയി. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് റീകളക്ട് ചെയ്യാൻ കുറെ എളുപ്പമുണ്ടായിരുന്നു, റിവിഷന് കുറെ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ. സോ ഗ്രൂപ്പ് സ്റ്റഡി ഹെൽപ്സ് എ ലോട്ട്. അതാണ് എന്റെ അനുഭവം. rather than being an individual. ചിലരുണ്ടായിരിക്കും ഗ്രൂപ്പ് സ്റ്റഡിക്ക് ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളവർ കുഴപ്പമില്ല. പക്ഷെ ഗ്രൂപ്പ് സ്റ്റഡിക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് യുവർ ഓൺ ഗ്രൂപ്പ്, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ. ഞാനും എന്റെ ഫ്രണ്ട് ഒരുമിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ഹെൽപ്പ് ബോത്ത് ഓഫ് us. പൊതുവെ എല്ലാവരും പറയാണ് ഇപ്പോൾ സിവിൽ സർവീസ് പഠിക്കുന്ന. ചോദിച്ചോളൂ സർ, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. പൊതുവെ എല്ലാരും അല്ലെങ്കിൽ സിവിൽ സർവീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ തന്നെ എല്ലാരും പറയുന്നതാണ് സൂര്യന് താഴെ എന്തുണ്ടോ അതെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കണമെന്ന്. അപ്പൊ സാറിന് ഈ ഒരു ജേർണിയിൽ സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം എല്ലാം നമ്മളൊരു എൻസൈക്ലോപീഡിയ പോലെ ആയിരിക്കുമോ? അതോ സാറിന് ഈ ഒരു ജേർണിയിൽ എന്താ സാറിന് തോന്നിയിട്ടുള്ളത്? ഒരിക്കലും അല്ല. അതൊരു മിത്താണ് കേട്ടോ. ഇതൊരു ബാലികേറാമലയല്ല, ഇത് സൂര്യന് താഴെയുള്ള അറിയാൻ വേണ്ട. ഇതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന മിത്താണ്. നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ സൂര്യന് താഴെയുള്ള എല്ലാം അറിയാൻ ശ്രമിച്ചാല് നമ്മൾ ആവശ്യമില്ലാത്തതിന്റെ ഒക്കെ പുറകെ ഓടി വെറുതെ സമയം കളയത്തുള്ളൂ. ദാറ്റ് ഈസ് നോട്ട് സ്മാർട്ട് വർക്കിംഗ്. സ്മാർട്ട് വർക്കിംഗ് ഈസ് സ്റ്റിക്ക് ടു ദ സിലബസ്, സ്റ്റഡി ഓൺലി ദ തിങ്സ് ദാറ്റ് ആർ ദെയർ ഇൻ ദ സിലബസ്. ബാക്കിയുള്ളത് നമുക്ക് കാഷ്വലി വായിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ സിലബസ് ഫോളോ ചെയ്ത് തന്നെ പോവാം. അതാണ് ഇതിന്റെ ഉള്ള വഴി.
സോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഗെറ്റ് ഡിസാർട്ടൻഡ്. അങ്ങനെ ചിന്തിക്കുന്നവര് ഒക്കെ ലൈക്ക് അതൊക്കെ വെറുതെ ഉള്ള മിത്താണ്, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. സോ ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്, യു ജസ്റ്റ് സ്റ്റിക്ക് ടു ദ സിലബസ്, യു വിൽ ക്വാളിഫൈ, ദാറ്റ്സ് ഓൾ. പിന്നെ സൂര്യന് താഴെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു അറിയാവുന്ന കാര്യങ്ങൾ ഒരു ശതമാനമാണെങ്കിൽ 99% കാര്യങ്ങൾ നമുക്കറിയില്ല. ചോദിച്ചോളൂ. സർ, ഈ 7 പേപ്പറിന്റെ കാര്യം പറഞ്ഞല്ലോ മെയിൻസിലെ, സാറിന് ഇതില് ഈ 7 പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് അതിന്റെ ഒരു ടഫായിട്ട് കൂടുതൽ ടഫായിട്ട് തോന്നി, അല്ലെങ്കിൽ അതോ എല്ലാം ഒരു ഈക്വൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് അതാണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് തോന്നിയ പേപ്പർ ഏതാ, അങ്ങനെയുണ്ടോ? ടഫ്നെസ് ഇസ് പേഴ്സണൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് ടഫ് ആയിട്ടുള്ളത് രേവതിക്ക് ടഫ് ആവണമെന്നില്ല. സോ ഇറ്റ് ഇസ് പേഴ്സണൽ. ഇപ്പൊ ഒരു പേപ്പർ ടഫ് ഒരു പേപ്പർ ഈസി അങ്ങനെയൊന്നുമില്ല. എനിക്ക് ടഫായിട്ട് തോന്നിയിട്ടുള്ളത് എത്തിക്സ് വാസ് ടഫ് ഫോർ മീ. കാരണം ഞാൻ മിസ്ഗൈഡഡ് ആയി പോകേണ്ടതാണ്. ഞാൻ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് ആൻസേഴ്സ് ഒക്കെ പഠിച്ച് എഴുതാൻ നോക്കി. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് ആണത്. സോ ഡോണ്ട് ഡു ദാറ്റ്. അതാണ്. അപ്പൊ അല്ലാതെ ലൈക്ക് എല്ലാ പേപ്പറും ഒരുപോലെയാണ്. ടഫ്നെസ് ഇസ് പേഴ്സണൽ. എത്തിക്സ് ഒരുപാട് ഈസി ആയിട്ടുള്ളവരുണ്ട്. പേപ്പർ എക്കണോമി ഒക്കെ ഒരുപാട്, പേപ്പർ 3 പാടാന്ന് പറയുന്ന ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ബട്ട് പേപ്പർ 3 വാസ് നെവർ എൻ ഇഷ്യൂ ഫോർ മീ. So that's it. Toughness is personal. Okay, sir. Yeah. Now you want to ask something about interview experience ഒക്കെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ സർ. ചോദിച്ചോളൂ. സാർ, എൻ്റെ ഡ്രീം ഫോറിൻ സർവീസ് ആണ്. അപ്പോൾ ഞാൻ ജോബ് റിസൈൻ ചെയ്ത് ഫോറിൻ സർവീസിൽ കയറുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഏറ്റവും ആകെ താല്പര്യമുള്ള ഒരു സർവീസാണ് ഫോറിൻ സർവീസ്. സാർ അപ്പോൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ ഫോറിൻ സർവീസ് ആയിട്ട്? പിന്നെ എൻ്റെ ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻസ് അല്ല, സോഷ്യോളജിയാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് മീൻസ് ഇന്റർവ്യൂവിൽ റേസ് ആവാൻ ചാൻസ് ഉണ്ടോ? വൈ സോഷ്യോളജി ലൈക്ക് വെൻ യു വാണ്ട് ടു ബി എ IFS ഓഫീസർ, അങ്ങനെ ആ ഒരു ചോദ്യം ഉണ്ട്. പിന്നെ എനിക്ക് അതേപോലെ തന്നെ പർട്ടിക്കുലർ ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഫോറിൻ സർവീസ്, മീൻസ് ഫോറിൻ സർവീസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് പർട്ടിക്കുലർ ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് കൂടി ഉണ്ട്. First of all, very good. Like good that you are interested in foreign service. Like we need more competent people in foreign service like you. So yeah, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ യു ക്യാൻ ആൻസർ ഇറ്റ്. കാരണം യു ഓൾറെഡി പ്രെഡിക്റ്റഡ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ഫുൾ ഇയർ ഇല്ലേ? സോഷ്യോളജി എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ഇറ്റ് ബിക്കോസ് യു ഹാവ് 1 full year to figure it out. മോക്ക് എക്സാമിനൊക്കെ മോക്ക് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കൂ, അവരോട് ചോദിക്കും ഇങ്ങനെ ചോദ്യം വന്ന് ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം, അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിവൈസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ സേ ലൈക്ക് സൊസൈറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ലൈക്ക് ഫോറിൻ ഫോറിൻ സർവീസ് ഇസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് സൊസൈറ്റീസ് ആസ് വെൽ, അല്ലേ? ഞാനിപ്പോ ഐ എം പോസ്റ്റഡ് ഇൻ കൈറോ. ലൈക്ക് ഇൻ അനദർ നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി പോസ്റ്റഡ് ടു ഡിഫറെന്റ് പ്ലേസ്. എവറി 3 years we have a transfer. Okay, so ഇപ്പൊ ഞാൻ ലാംഗ്വേജ് ട്രെയിൻ ആയിട്ടാണ് പോസ്റ്റഡ് ആയിരിക്കുന്നത്. അവിടെ 2 years ആണ്. ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് 3 year പോസ്റ്റിംഗ് നെക്സ്റ്റ് കമ്മിങ് അപ്പ്. സോ അപ്പൊ നമ്മൾ പല സൊസൈറ്റീസിൽ ജീവിക്കേണ്ടവരാണ്. സൊസൈറ്റിനെ കുറിച്ചുള്ള നോളജ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടവരാണ്. ഇവിടെ UN പോലുള്ള ഫോറസ്റ്റിലൊക്കെ മൾട്ടിലാറ്ററൽ ഫോറത്തിലൊക്കെ നമ്മൾ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യേണ്ടവരാണ്. സോ സോഷ്യോളജി, ടേക്കിംഗ് സോഷ്യോളജി ഇസ് ലൈക്ക് ഇറ്റ് വിൽ ഓൺലി ഹെൽപ്പ് യു. നിങ്ങൾക്ക് അങ്ങനെ പല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ. പിന്നെ ഇന്റർവ്യൂവിന് ഓബിയസ്ലി വെൻ യു ആർ ലുക്കിംഗ് ഫസ്റ്റ് ഓപ്ഷൻസ് ഫോറിൻ സർവീസ് യു ഷുഡ് ഹാവ് എ കമാൻഡ് ഓവർ ഇന്റർനാഷണൽ റിലേഷൻസ്. അത് വായിച്ചുണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, വായിച്ച് ഒക്കെ മനസ്സിലാക്കി ഉണ്ടാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ റീഡ് മോർ അബൌട്ട് ഫോറിൻ റിലേഷൻസ്, ഇന്ത്യസ് ഫോറിൻ റിലേഷൻസ്, ഫോറിൻ പോളിസി, ആൻഡ് ഐ വിൽ സേ റീഡ് മോർ അബൌട്ട് കോണ്ടംപററി റീജിയണൽ ഇഷ്യൂസ് ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ്. ഇപ്പം എന്തൊക്കെ ഒരു ക്രൈസിസ് ആണ് ലോകത്ത് നടക്കുന്നത്, പോസ്റ്റ് പാൻഡമിക് possibilities of foreign relations, how it is going to change, all these things you can analyze, read. Like obviously adana foreign service like aanu nokkunnundengil you should have a good like command over foreign relations. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വായിക്കാം. Did I answer your question? Sir, thank you. Yeah. Yes sir, thank you. Okay. ഇന്റർവ്യൂ ലൈക്ക് ജനറലി പറയാണെന്നുണ്ടെങ്കിൽ ഹലോ should I talk about my interview? Yes sir. Okay, ഇന്റർവ്യൂ നിങ്ങൾക്ക് എത്ര സമയമാണ് ഉള്ളത്? എത്ര സമയമുണ്ട് നിങ്ങൾക്ക് ഇനി?
Arun, how much time do you have? Hello, Arun, കേട്ടില്ല. എത്ര ടൈം വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ ആണ്. Okay, fine. Yeah, I have time. So okay, it's a holiday for me. So at least I have time. Okay, fine. If you are interested, I can talk. There is no problem with that. ബോർ അടിക്കണമെങ്കിൽ പറയണം കേട്ടോ, പറയണല്ലേ യാതൊരു മടി വിചാരിക്കണ്ട. പിന്നെ ടോക്കിംഗ് അബൌട്ട് മൈ ഇന്റർവ്യൂവിനെ കുറിച്ച് ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മൾ എന്താണെന്ന് അസസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ടെസ്റ്റ് ആണ് ഇന്റർവ്യൂ. സോ നിങ്ങൾ അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് വൺ അമംഗ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഐ ഹാവ് എവർ ഹാഡ്. അപ്പോൾ ജനറലി നമ്മളെ കുറിച്ചാണ് നമ്മൾ അറിയുക. അപ്പൊ നമ്മൾ ജനിച്ച സ്ഥലത്തിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിയണം. ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അറിയാൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടതാണ്. നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്റർവ്യൂ ടഫായിട്ട് തോന്നുന്നത്. സോ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ബി ട്രൂത്ത്ഫുൾ. അവിടെ പോയിട്ട് അവരെ ബ്ലഫ് ചെയ്തിട്ട് അവരെ സൂപ്പർ ആയിട്ട് പറ്റിച്ചിട്ട് വരാന്നൊക്കെ ഉള്ള ധാരണ ഒന്നും വെക്കരുത്. അങ്ങനെയൊന്നും പറ്റത്തില്ല. ദേ ആർ വെരി സ്മാർട്ട്, വെരി സ്മാർട്ട്. ഈ പറഞ്ഞതുപോലെ റിട്ടയർഡ് സീനിയർ ബ്യൂറോക്രാറ്റ്സ് ഒക്കെയാണ്. സോ ദേ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ നമ്മൾ അവരെ പറ്റിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. ദേ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. സോ യു ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ. നമ്മൾ എന്താണോ അത് അവിടെ കാണിക്കുക. യു നോ ദാറ്റ് യു ആർ ഫിറ്റ് ഫോർ ദി സർവീസ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വന്നത്. സോ ജസ്റ്റ് ഷോക്കേസ് ദാറ്റ്. That will help you. Yeah, now you can ask if you want to know something about interview, you can ask. അല്ല സാർ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് അത് പറയാം മാം. ഞാൻ ഈ ആസ്പിറന്റ് സീരീസ് ഞാൻ കണ്ടിട്ട് 2 ദിവസമായിട്ടുള്ള, അതുകൊണ്ടാന്ന് തോന്നുന്നു എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിലൊരു പഞ്ച് ലൈൻ തന്നെ അതാണ്, ലൈക്ക് സിവിൽ സർവന്റ് ആവാനുള്ള ട്രെയിനിങ് തുടങ്ങുന്നത് ലബാസിനെ എന്നല്ല. സിവിൽ സർവന്റ് ആവാനുള്ള ട്രെയിനിങ് തുടങ്ങുന്നത് നിങ്ങൾ അത് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ തൊട്ടാണ്. ദാറ്റ് ഇസ് ട്രൂ ആയിരുന്നു. കാരണം ഇപ്പൊ തൊട്ട് നിങ്ങളെ എങ്ങനെ ഗ്രൂം ചെയ്യുന്നു, ദാറ്റ് വിൽ മേക്ക് യു എ ഗുഡ് ഓഫീസർ. സോ ദാറ്റ് ഇസ് വൺ തിങ് ഐ വാണ്ടഡ് ടു സേ. ഇന്റർവ്യൂവിനും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ തൊട്ട് നിങ്ങൾ എങ്ങനെ ഗ്രൂം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഇന്റർവ്യൂവിനും ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് വൺ തിങ്. ഗ്രൂമിംഗ് ഇൻ ദ സെൻസ് പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഓരോ കാര്യങ്ങളെ വീക്ഷിക്കുന്ന രീതി, ഇത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ, നമ്മൾ ഹോബീസിനെ കുറിച്ച് എഴുതും. സോ ഓബിയസ്ലി ഹോബീസിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഐ ഹാവ് റിട്ടൺ സംതിങ് അബൌട്ട് മൈ ഹോബീസ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ TCSൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ടീം ലീഡ് ആയിരുന്നു അവിടെ. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ടീമില് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഉഴപ്പുന്ന എംപ്ലോയീസ് ഉണ്ട് 2 പേര്. നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ഡെഡ് ലൈനിൽ തീർക്കേണ്ട പ്രൊജക്ട് ഉണ്ട്, നിങ്ങൾ എങ്ങനെ തീർക്കും? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ, ചിന്തിച്ച് പറയേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇന്റർനാഷണൽ ഇഷ്യൂസിനെ കുറിച്ച് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചൈന US ട്രേഡ് വാർ ഒക്കെ നടന്ന സമയമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5G ഇഷ്യൂസ് അതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. പിന്നെ എനിക്ക് ക്യാച്ചി ആയിട്ട് തോന്നിയ കുറെ ക്വസ്റ്റ്യൻസ്, ദേ വിൽ ട്രൈ ടു സ്ട്രെസ് യു അപ്പ്. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചൂടാവുകയൊക്കെ ചെയ്യും. എന്റെ അടുത്ത് ഒരാൾ ബ്ലാസ്റ്റ് ചെയ്തു. പുള്ളി എന്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് 1980s ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇന്ത്യ ഹാഡ് എ പ്ലാൻ ടു ബോംബ് ഇറ്റ്, ബട്ട് വി ഡിഡ്ന്റ് ബോംബ്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബോംബ് ചെയ്യാതിരുന്നത് ശരിയാണെന്ന് പറഞ്ഞു. പുള്ളി പെട്ടെന്ന് ചൂടായി, ബോംബ് ചെയ്യാറുണ്ട് ശരിയാണല്ലോ, നിങ്ങൾ അങ്ങനെയാണോ വിചാരിക്കുന്നത്? അപ്പം ഇപ്പൊ അവര് കണ്ടില്ലേ, അവര് ന്യൂക്ലിയർ പവർ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹി സ്റ്റാർട്ടഡ് ബ്ലാസ്റ്റിംഗ് അറ്റ് മീ. സോ മൈ പോയിന്റ് ഇസ് ദേ വിൽ ട്രൈ ടു പുട്ട് യു ഇൻ എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. അതൊന്നും കണ്ടിട്ട് നിങ്ങൾ വീടരുത്. ബി കാം. പറയുക സാർ അങ്ങനെയല്ല, എന്റെ വ്യൂ പോയിന്റ് ഇങ്ങനെയാണ്. നിങ്ങളുടെ വ്യൂ നിങ്ങൾ വളരെ കാമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അവര് ചൂടാവും പല രീതിയിൽ നിങ്ങളെ ദേ വിൽ ട്രൈ ടു പ്ലേ മൈൻഡ് ഗെയിംസ്. സോ ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. അതുപോലെ MN ക്രൈസിസ് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ ക്രൈസിസ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇതിനെ കുറിച്ച് ഇത്ര അറിയാവുള്ളൂ, അത്ര ബേസിക് കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഐ ക്യാൻ എക്സ്പ്ലെയിൻ മോർ എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ ഡോണ്ട് ഫോൾ ഫോർ ദെയർ ട്രാപ്സ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്റെ അടുത്ത് 5 സക്സസ് ആൻഡ് 5 ഫെയിലിയേഴ്സ് ഓഫ് യുവർ ലൈഫ് ചോദിച്ചു ലാസ്റ്റ്. ബോർഡ് ചെയർമാൻ ബോൺസ്ലെ സാറാണ് ചോദിച്ചത്. സോ അതൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മള് ഷോക്ക്ഡ് ആവും. 5 സക്സസ് ആൻഡ് 5 ഫെയിലിയേഴ്സും നമ്മൾ ആലോചിച്ചിട്ട് പോലും കാണത്തില്ല. ലൈക് ഡോണ്ട് ട്രൈ ടു സ്റ്റഡി ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഷുഡന്റ് ബി ടേക്കൺ എ ബാക്ക്. ഓക്കെ, ഞാൻ കേട്ടത് ഔട്ട് ഓഫ് ദ ബ്ലൂ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
സോ ഇറ്റ് ഇസ് ലൈക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ദേ വിൽ ട്രൈ ടു പുഷ് യു ടു ദ ലിമിറ്റ്സ് ദർ എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി ബോൺസ്ലി സാർ ആയിരുന്നു ഒരു ഇന്റർവ്യൂ ചെയർമാൻ. ആദിത്യങ്കർ ബോൺസ്ലി സാർ, ഹി വാസ് എ റിട്ടയർഡ് എയർഫോഴ്സ് എയർ ചീഫ് എയർ വൈസ് മാർഷൽ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു രീതിയിൽ ഹി ട്രൈ ടു സ്ട്രെസ് മീ അപ്പ് എ ലോട്ട്, ബട്ട് ഐ ഗോട്ട് റിയലി ഗുഡ് മാർക്സ്. എനിക്ക് ഐ ഗോട്ട് അറൌണ്ട് 198, ഓൾമോസ്റ്റ് നല്ല മാർക്ക് തന്നെയാണ്. 206 ഒക്കെയാണ് ടോപ്പറിന് കിട്ടിയത്, 198 ആണ് കിട്ടിയത്. സോ എനിക്ക് മനസ്സിലായി അവർ ചൂടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് പറയത്തൊന്നുമില്ല. ദേ ട്രൈ ടു അനലൈസ് യു, ദാറ്റ്സ് ഓൾ. സോ അതാണ് ഇന്റർവ്യൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്റെ അടുത്ത് ചോദിച്ച ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റൻ ആയിരുന്നു, I'll give you a pen and a paper and I'll give you 2 minutes. I'll ask you a question. If you solve this question, you will get a Nobel Prize എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞു, try to solve the Indo-Pak issue by leveraging China എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നി. എന്തൊക്കെയോ പറഞ്ഞു ആ സമയത്ത്, പക്ഷെ ലൈക്ക് ഐ വാസ് ഇൻ കൺവിൻസ് വിത്ത് മൈ ആൻസർ. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർക്കും അറിയാം ഇപ്പൊ ഇൻഡോ-പാക് ഇഷ്യൂ ഒന്നും ഇതുവരെ സോൾവ് ചെയ്ത ആൾക്ക് നോബൽ പ്രൈസ് ഇടും, ഒന്നും ആരും സോൾവ് ചെയ്തിട്ടില്ല. സോ ദേ ഡോണ്ട് എക്സ്പെക്ട് മീ ടു solve that issue. ഇപ്പൊ ലിവറേജിങ് ചൈന എന്നൊക്കെ പറയുമ്പോൾ വി ഡോണ്ട് ഹാവ് എ ഗുഡ് ഇക്വേഷൻ വിത്ത് ചൈന ആസ് വെൽ, റൈറ്റ്? സോ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ ലൈക്ക് നമുക്ക് അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആൻസർ തരണമെന്നോ നിങ്ങളൊരു സൊല്യൂഷൻ തരണമെന്നോ. അതല്ല അവരുടെ എക്സ്പെക്ടേഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴും നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഹൗ വിൽ യു അപ്രോച്ച് ദ ക്വസ്റ്റ്യൻ? നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ സിനിക്കലായിട്ട് പോവോ, അതോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ലൈക്ക് യു വിൽ ട്രൈ ടു പുട്ട് ഫോർവേഡ് സംതിങ്? അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഇസ് ഇന്റർവ്യൂ ഇസ് ഓൾ അബൌട്ട് that. It's not about giving solutions. ഇതായിരുന്നു എന്റെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. Now if you have something specific to ask about interview or something, anything you can ask. Now like എനിക്ക് സംസാരിക്കാനുള്ളതൊക്കെ തീർന്നു. Now you can talk. ഹലോ സാർ. സാർ പറഞ്ഞില്ലേ 5 സക്സസ് ആൻഡ് 5 ഫെയിലിയേഴ്സ്. അപ്പൊ ഈ 5 സക്സസ് ആൻഡ് 5 ഫെയിലിയേഴ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമോ? മീൻസ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് പറയാമോ? അതോ നമുക്ക് എന്തെങ്കിലും അങ്ങനെ അവർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ആൻസർ പറയണമെന്നുണ്ടോ? ഇങ്ങനെ ഇല്ല, സ്പെസിഫിക് ആയിട്ട് അവർ നമ്മുടെ അടുത്ത് ട്രൂത്ത്ഫുൾ ആവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 5 സക്സസ് ആൻഡ് 5 ഫെയിലിയേഴ്സ് അവർ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ എന്ത് വാല്യൂ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഓബിയസ്ലി UPSC മറ്റേ കഴിഞ്ഞ അറ്റംപ്റ്റ് UPSC പാസ്സായില്ല എന്നൊന്നും പറയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് വിൽ നോട്ട് ലുക്ക് ഗുഡ്. അതൊരു ഫെയിലിയർ ഓഫ് ലൈഫ് എന്നായിട്ടൊന്നും നമ്മൾ കാണരുത്. സോ ലൈക്ക് സംതിങ് ദാറ്റ് ഹാസ് ടച്ച്ഡ് യുവർ ലൈഫ്. ആ സമയത്ത് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. സാറിന്റെ ഹോബി സെലക്ട് ചെയ്തത്, സാറിന്റെ ഹോബി എന്തായിരുന്നു? സെലക്ട് ചെയ്തപ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നതെന്ന് പറയാമോ സാർ? ഓക്കെ, ഹോബി ഞാൻ ബ്ലഫ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എനിക്ക് താല്പര്യമുള്ള ഹോബീസ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഐ ലൈക്ക് ഫുട്ബോൾ, സോ ഐ റോഡ് ഫുട്ബോൾ ആസ് എ ഹോബി. പിന്നെ ഞാൻ ട്രാവലിംഗ് എനിക്ക് ഇഷ്ടമാണ്, ഐ റോഡ് ട്രാവലിംഗ് ആസ് എ ഹോബി. ഐ ലൈക്ക് ഡ്രൈവിംഗ്, ഐ റോഡ് ഡ്രൈവിംഗ് ആസ് എ ഹോബി. ഐ ലൈക്ക് സ്പോർട്സ് ഇൻ ജനറൽ, സോ ഐ റോഡ് സ്പോർട്സ്. ലൈക്ക് ഐ യൂസ് ടു ഫോളോ എവറി സ്പോർട്ട്. ചില സ്പോർട്ട് കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐ റോഡ് ഇറ്റ് ആസ് എ ഹോബി. ഞാൻ ബ്ലഫ് ചെയ്യാനൊട്ട് ശ്രമിച്ചിട്ടില്ല. ഐ ഡോണ്ട് ട്രൈ ടു മേക്ക് ഇറ്റ് അപ്പ്. ഡോണ്ട് ട്രൈ ടു മേക്ക് ഇറ്റ് അപ്പ്. നിങ്ങൾക്ക് ഉള്ള ഹോബി എഴുതിയാൽ മതി. ഇഫ് ഇറ്റ്സ് റീഡിംഗ് ഇറ്റ്സ് ഫൈൻ, ഇഫ് ഇറ്റ്സ് ലൈക്ക് ലിസണിംഗ് ടു മ്യൂസിക് ഇറ്റ്സ് ഫൈൻ. ഇതെല്ലാം നിങ്ങളുടെ ഹോബിയാണ്. ഇന്ന കാര്യങ്ങൾ മാത്രമേ ഹോബിയുള്ളൂ, ഇന്ന കാര്യങ്ങൾ ഹോബി അല്ലാന്നൊന്നും എവിടെയും പറയുന്നില്ല. സോ ജസ്റ്റ് ട്രൈ ടു ബി ട്രൂത്ത്ഫുൾ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഹോബി എന്താണോ അത് എഴുതിയാൽ മതി. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു ആൻസർ. എനിക്ക് ഹോബിനെ കുറിച്ച് അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ലൈക്ക് എനിക്കറിയായിരുന്നു ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചോദിച്ചാലും ഐ വിൽ ബി ഏബിൾ ടു മാനേജ് എന്ന് എനിക്ക് തോന്നി. ഹലോ സാർ ഹോബി എന്ന് പറഞ്ഞ ട്രാവലിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അവര് നമ്മളോട് ചോദിക്കത്തില്ല ജസ്റ്റ് നിങ്ങൾ അടുത്തുള്ള പ്ലേസസ് മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നതാണോ നിങ്ങൾ ട്രാവലിംഗ്, അതോ നിങ്ങൾക്ക് ഇന്റർനാഷണൽ പോകാൻ താല്പര്യമുണ്ട്, അതെന്താ നിങ്ങൾ പിന്നെ കൂടുതൽ സ്ഥലം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത, അങ്ങനെയൊക്കെ ചോദിക്കുമോ? ആക്ച്വലി ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാലും വാട്ട് ഇസ് ദ പ്രോബ്ലം? നിങ്ങൾക്ക് പറയാമല്ലോ, ഇപ്പൊ എന്നെ കൊണ്ട് എന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഐ എം ഡൂയിങ് ഇറ്റ്. ഫ്യൂച്ചറിൽ ലൈക്ക് ഐ ലൈക്ക് ടു എക്സ്പ്ലോർ എവറിത്തിങ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യും, ഐ വിൽ ഡു ദാറ്റ് എന്ന് പറയാമല്ലോ. നിങ്ങളുടെ ഹോബിയാണ്, നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പം whatever I am traveling എന്ന് പറയുമ്പോൾ you should it's all about experiences. ഞാൻ പോയ സ്ഥലങ്ങളെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ they will believe that you like traveling. എല്ലാം നമുക്ക് ഇപ്പോഴേ ഈ ഒരു ഏജിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് they don't expect. സർ, പിന്നെ ഇന്റർവ്യൂവിൽ ഒരു ഏജ് ബയസ് എന്നുള്ളതുണ്ടോ? ഞാൻ ഓൾറെഡി 25 ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് 2021 കൊടുക്കാൻ പോകുന്നത്. ഒരു ബയസും ഇല്ല. അതൊക്കെ those are total myth.
206 കിട്ടിയ ആൾക്ക് ഏജ് വാസ് 34. ഇന്റർവ്യൂ ടോപ്പറിന് ഇയർ ഞാൻ പറയത്തില്ല, ബിക്കോസ് യു വിൽ ഫിഗർ ഔട്ട് ദ പെർസെന്റേജ്. സോ ഏജ് വാസ് 34 or so, around 34. 8th attempt, something like that. Okay. So do you think there is a bias? No. There is no bias like that. ഇതൊക്കെ ഇങ്ങനെയുള്ള മിത്തിലൊന്നും ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ്. 22ാമത്തെ വയസ്സിൽ 109 മാർക്ക് കിട്ടും, 109 കിട്ടി ഇന്റർവ്യൂ ഔട്ട് ആയവരുണ്ട്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. I went with 6 years of experience. അപ്പൊ എനിക്കും ഉണ്ടായിരുന്നല്ലോ. Even I was in that young when I went for my interview. So I got very good marks. So I don't think that is a criteria. Yeah. ഹലോ സാർ. സാർ, ഇന്റർവ്യൂവിന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഇപ്പൊ സ്പെസിഫിക് ആൻസർ നമുക്ക് ഇപ്പൊ അറിയത്തില്ല. ഇപ്പൊ ഇന്ത്യ ചൈന സാറ് പറഞ്ഞില്ല, ആ എക്സാമ്പിൾ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ വ്യക്തമായിട്ടൊരു നമുക്കൊരു കമന്റ് പറയാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? അവരോട് അറിയത്തില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സാർ ഐ ഡോണ്ട് നോ ദിസ് ആൻസർ എന്ന് പറയാമോ? അതോ നമ്മൾ എന്തെങ്കിലും നമുക്ക് വായി തോന്നിയത് എന്തെങ്കിലും ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞ് ബ്ലണ്ടർ പറയാൻ പറ്റുമോ? ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല തന്നെ പറയണം. ഇപ്പൊ എന്റെ ഗ്രാജുവേഷൻ ഇലക്ട്രോണിക്സ് ആണ്. എന്റെ അടുത്ത് എന്തോ ചോദിച്ചു ഇലക്ട്രോണിക്സിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. ലൈക്ക് പഠിച്ച സമയത്തും അറിയത്തില്ല, പഠിച്ചു കഴിഞ്ഞും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. സോ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ സർ, ലൈക്ക് ഐ എം നോട്ട് ഏബിൾ ടു റീകളക്ട് ദിസ് എന്ന് പറഞ്ഞു. അപ്പം അവരത് വിട്ടു, അത്രേ ഉള്ളൂ. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ലെന്ന് പറയും. നിങ്ങൾക്കൊരു കാര്യത്തിനെ കുറിച്ച് ഒപ്പീനിയൻ ഇല്ല, ഇപ്പൊ ഇൻഡോ ചൈന ഹൗ വിൽ യു ലൈക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് റിയലി ബാഡ് ഓൺ യു. ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇത്രയും വായിച്ചിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല ഒപ്പീനിയൻസ്? പറ്റുന്നതാണ് എന്റെ വിശ്വാസം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് യു ക്യാൻ സേ, ഐ ഡോണ്ട് നോ പ്രോബ്ലം. എല്ലാം അറിയണമെന്നൊന്നുമില്ല. You have more questions? ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. സാർ, ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു വെച്ചാൽ ഫോറിൻ സർവീസിനെ കുറിച്ചും സാറിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും പിന്നെ ആക്ച്വലി ഫോറിൻ സർവീസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വാട്ട് ആർ വി എക്സ്പെക്ടഡ് ടു ഡു, അതൊന്ന് പറയാമോ? എന്ത് വേണമെങ്കിലും ചോദിച്ചു. ഓക്കെ ഫൈൻ. യു ക്യാൻ ഇന്റർവ്യൂ തന്നെ ചോദിക്കണമെന്നില്ല, യു ക്യാൻ ആസ്ക് എനിത്തിങ്, ദാറ്റ്സ് ഫൈൻ. സോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ചോദ്യം ചോദിച്ചു, ഡിവൈഡ് ചെയ്ത് ചോദിക്കോ? Everything is not in my mind now. Sir, foreign service ne kurichum, like what are we expected to do there actually, means from your experience. അങ്ങനെ സാറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? മീൻസ് അത് കഴിഞ്ഞ മീൻസ് റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷമുള്ള സാറിന്റെ എക്സ്പീരിയൻസ്. Okay, fine. First I'll start with foreign service. Like foreign service, you know, it's like you are a diplomat. You'll be a diplomat when you are posted abroad. So you are representing your country and country's interest here. ഇന്ത്യ എന്താണെന്നോ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഫങ്ഷൻസ് ആസ് എ ഫോറിൻ സർവീസ് ഓഫീസർ. ലൈക്ക് യു ക്യാൻ ഹാവ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻ, commerce function, information, culture, കോൺസുലർ ഫങ്ഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഒരു എംബസിയിൽ. അപ്പം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ പൊളിറ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ എ കൺട്രി, ടു കൺട്രീസ്. ഇപ്പം ഈജിപ്റ്റ് ഇന്ത്യ തമ്മിലുള്ള പൊളിറ്റിക്കൽ റിലേഷൻ, യു ആർ മാനേജിങ് ദാറ്റ്. കമേഴ്ഷ്യൽ റിലേഷൻ, യു ആർ മാനേജിങ് ദാറ്റ്. ഇവിടെ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ വരണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങോട്ട് പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവറിത്തിങ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഗോ ത്രൂ യുവർ like through a diplomat. And same for like you provide consular services to a lot like ഇവിടെ ഉള്ള ഡയസ്പോറിക് ഇന്ത്യൻ പീപ്പിളിന് കോൺസുലർ സർവീസസ് നിങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില മിഷൻസിലേക്ക് അതാണ് മേജർ ചങ്ക്. ഇപ്പം UAE-ലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗൾഫിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഹ്യൂജ് ഇന്ത്യൻ പോപ്പുലേഷൻസ്. അവിടെ കോൺസുലർ സർവീസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്, വെരി സിഗ്നിഫിക്കന്റ്. ഇവിടെ കോൺസുലറിനെക്കാളും കൂടുതൽ പൊളിറ്റിക്കലും കമേഴ്സ് ഒക്കെയാണ് ഈജിപ്തിൽ വരുമ്പോൾ. പിന്നെ ഇപ്പൊ കോവിഡ് ആകുമ്പോൾ യു നോ ലൈക്ക് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ടേക്കിംഗ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ഡിഫറെന്റ് പ്ലേസസ്, സോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എവറിത്തിങ് ഇസ് കോർഡിനേറ്റഡ് ബൈ യുവർ മിഷൻ, ദാറ്റ് ഇസ് ബൈ IPS ഓഫീസേഴ്സ്. So foreign service is all about representing your country abroad and representing your country's interests abroad. അതാണ്. When you are posted abroad, you are a diplomat. ഡൽഹിയിലായിരിക്കുമ്പോൾ you'll be posted to headquarters, that is MEA, or deputations to different places, whatever it is. അതാണ് ഫോറിൻ സർവീസിനെ കുറിച്ച്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ലേറ്റർ, ഐ വിൽ ടെൽ. റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാല് ആക്ച്വലി ഐ റിസൈൻ ഫ്രം മൈ ജോബ്. അപ്പം ഞാൻ ജോലി ആദ്യമായിട്ട് 2 വർഷമൊക്കെ ആയിട്ടാണ് റിസൾട്ട് വരുന്നത്. അപ്പോ കിട്ടിയില്ലെങ്കിൽ എന്തെന്നുള്ളതൊരു ചോദ്യം തന്നെയായിരുന്നു. സോ ഐ വാസ് പ്ലാനിങ് ഐ വിൽ സ്റ്റോപ്പ് റൈറ്റിംഗ്. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പത്തെ പ്രാവശ്യം മെയിൻസ് കിട്ടായിരുന്നപ്പോൾ തന്നെ നിർത്താന്നൊക്കെ വിചാരിച്ചാണ്
കാരണം ഒരു വർഷം കഴിഞ്ഞു ജോലി ഇല്ലാതിരിക്കാൻ തുടങ്ങിയിട്ട്. ജോലി ചെയ്തിട്ട് ജോലി റിസൈൻ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് മടിയൊക്കെ തോന്നും, ഓക്കെ ഇനി ജോലിക്ക് തന്നെ തിരിച്ചു പോകാന്നൊക്കെ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചാണ്. ബട്ട് മൈ ഫ്രണ്ട് ടോൾ മീ ഓക്കെ ചിലപ്പോൾ മാർക്ക് ഫൈനൽ മാർക്ക് അപ്പൊ അറിയത്തില്ലല്ലോ, ഫൈനൽ മാർക്ക് വരുമ്പോൾ മീൻസ് കിട്ടിയിട്ടില്ല, അപ്പൊ ഫൈനൽ മാർക്ക് ഇന്റർവ്യൂ എല്ലാം കണ്ടില്ല അറിയാൻ പറ്റും. ഫൈനൽ മാർക്ക് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാർക്കിനാണ് പോയെന്നുണ്ടെങ്കിൽ സങ്കടം തോന്നും. ട്രൈ ഫോർ വൺസ് മോർ എന്ന് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു. സോ ഐ തോട്ട് ഐ ട്രൈ ഫോർ വൺസ് മോർ. സോ ഐ റോട്ട് വൺസ് മോർ ആൻഡ് ഐ ക്ലിയർ ചെയ്തപ്പോൾ ഇറ്റ്സ് ഓബ്വിയസ്ലി എവരിബഡി വിൽ ബി ഹാപ്പി. റിലീവ്ഡ് ആയിരുന്നു കൂടുതൽ. ഓക്കെ ഫൈൻ, ദിസ് ജേർണി ഈസ് ഓവർ നൗ into services. So that feeling is really good. Yeah, that feeling is really good. അതാണ്. So like അതിനു വേണ്ടി പഠിക്കാനല്ല, like once you clear your like ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അപ്പൊ കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടാവും, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം എല്ലാം കിട്ടും. സോ അതിനുവേണ്ടി അതൊരു മോട്ടിവേഷനായി കണ്ട് പഠിക്കുക. എത്ര കൊല്ലത്തെ പ്രിപ്പറേഷൻ ശേഷമായിരുന്നു സാർ ഈ സിവിൽ സർവീസിന് ഒരു എക്സാം പാസ്സായി അല്ലെങ്കിൽ ആ ഒരു എക്സാം അച്ചീവ് ചെയ്ത്? ഞാൻ 2 years പ്രോപ്പർ പ്രിപ്പറേഷൻ എന്ന് പറയും. കാരണം ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് ഐ ഡോണ്ട് കൗണ്ട് ദാറ്റ് ലൈക്ക്, കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഐ വാസ് വർക്കിംഗ് ഇൻ IT ഇൻഡസ്ട്രി. IT വർക്ക് ചെയ്തവർക്ക് അറിയാം, ലൈക്ക് വി ഹാവ് വർക്ക് ലോട്ട് ഓഫ് വർക്ക്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പഠിച്ചിട്ട് എഴുതാമെന്നും പറയുന്നൊന്നും പറ്റത്തില്ല. വെറുതെ പോയിട്ട് എഴുതി, ഞാൻ പറഞ്ഞില്ലേ 69 മാർക്കാന്ന് തോന്നുന്നു കിട്ടിയത് പ്രിലിംസിന്. സോ ലൈക്ക് അത് ഞാൻ ഇതായിട്ട് കൂട്ടുന്നില്ല. റിസൈൻ ചെയ്തിട്ട് ഞാൻ പഠിച്ചു 2 വർഷത്തോളം. ഫസ്റ്റ് ഇയർ ഞാൻ ശരിക്കും പഠിച്ചു. റിസൈൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വർഷമായിരുന്നു എന്റെ ബേസിക് ഫൗണ്ടേഷൻ എല്ലാം സ്ട്രോങ് ആയത്. പ്രിലിംസ് ക്ലിയർ ആയി, പക്ഷെ മെയിൻസ് ക്ലിയർ ആയില്ല. ലോസ്റ്റ് ഇറ്റ് ബൈ 9 മാർക്സ്. അതുകൊണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന് വരുത്തിയ കുറെ ചേഞ്ചസ് ഒക്കെ, കുറെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. സോ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 2 years. സാർ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ സിവിൽ സർവീസിന് വേണ്ടി. അപ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ വൈൽഡ് നോളജ് ഒന്നും ഇല്ല സിവിൽ സർവീസ് എന്താണെന്നും, അല്ല എക്സാംസിനെ കുറിച്ച് അറിയാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് സബ്ജക്ട് എന്നുള്ള വൈൽഡ് നോളജ് ഒന്നുമില്ല. അപ്പോ ഞാനിപ്പോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ബേസ് വെച്ച് ഒരു 2 year അല്ലെങ്കിൽ 3 year കൊണ്ടോ സിവിൽ സർവീസ് എന്നൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. അതിന് നിങ്ങള് നമുക്ക് വലിയ നോളജ് ബേസ് അല്ലെങ്കിൽ അത് ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ളവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്കും അങ്ങനെ വലിയ നോളജ് ബേസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞാൻ വന്നിട്ട് തന്നെയാണ് ഐ ട്രൈ ടു ബിൽഡ് ഓൺ വാട്ട് എവർ ഐ ഹാഡ്. ഞാൻ ഇങ്ങനെ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങിയതിന് ശേഷം തന്നെയാണ് ഞാനും ഈ പറഞ്ഞതുപോലെ പഠിച്ചു തുടങ്ങിയത്. ലൈക്ക് 1 year is enough if you can give, and if luck favors you 1 year is enough, else 2 years is enough. Like I won't say അതിൽ കൂടുതലൊന്നും എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. Yeah, so like yeah, more than enough. Thank you, sir. But be sincere with what you do. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തം താല്പര്യത്തോടെ വന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആരെയും പറ്റിക്കാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബി സിൻസിയർ വിത്ത് വാട്ട് യു ഡു. കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ആർ റിയലി ഗുഡ്. ഈ പറഞ്ഞ പോലെ യു വിൽ ഗെറ്റ് ആ എക്സ്പീരിയൻസ് നല്ലതാണ്. ഇല്ല ബാസ്ന ട്രെയിനിങ് ഡേയ്സ് ആർ റിയലി മെമ്മറബിൾ. ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നമ്മള് എല്ലാ സർവീസിലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോഴും നമ്മളൊരു പല സർവീസിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ വി മേക്ക് വീഡിയോ കോൾ ഓൾമോസ്റ്റ് എവറി വീക്ക്. IAS, IRS, IFS ഉള്ള ഫ്രണ്ട്സ് നമ്മൾ ലൈക്ക് വി ടോക്ക് എ ലോട്ട്. ആ ട്രെയിനിങ് എക്സ്പീരിയൻസസ് ഒക്കെ സ്റ്റിൽ വി ചെറിഷ് എ ലോട്ട്. ലൈക്ക് ഇപ്പൊ നാട്ടിൽ വരുമ്പോഴേക്കും പ്ലാനിങ് ഫോർ എ ഗെറ്റ് ടുഗദർ ഫോർ എവരിവൺ. സോ ലൈഫ് ലോങ് ഫ്രണ്ട്സിനെ കിട്ടും. യു വിൽ മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് എക്സ്പോഷർ. ഇതുവരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ഹിമാലയൻ ട്രെക്കിനൊക്കെ ഞങ്ങൾ പോയതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു ട്രെക്ക് എന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നു. ബട്ട് ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ദീസ് തിങ്സ് ഷുഡ് മോട്ടിവേറ്റ് യു. ഇതൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഹലോ സാർ. സാർ സിവിൽ സർവീസിലോട്ട് ഇറങ്ങി തിരിച്ചപ്പോ സാറിന് സാറിന് ഒരു എത്രാമത്തെ മീൻസ് ഏപ്രിൽ തൊട്ടാണ് സിവിൽ സർവീസിലോട്ട് ഇറങ്ങണമെന്നുള്ളൊരു ചിന്ത തോന്നി? കാരണം ഇത്ര നല്ല TCS എന്ന് പറഞ്ഞ നല്ലൊരു ഇന്ത്യൻ റെപ്യൂട്ടഡ് കമ്പനിയിൽ ഒരു ടീം ലീഡ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഒരു വെൽ സെറ്റിൽഡ് ആയി കഴിയുമ്പോൾ തന്നെയാണ് ആ സമയത്താണോ സിവിൽ സർവീസിലോട്ട് ഇറങ്ങണമെന്ന് തോന്നി? അതോ മീൻസ് ഒരു ചെറുപ്പം തൊട്ട് മീൻസ് ഒരു കുറച്ചുകൂടെ കോളേജിന്റെ സമയത്തൊക്കെ സിവിൽ സർവീസിലോട്ട് ഇറങ്ങണമെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഈ ജോലിയൊക്കെ റിസൈൻ ചെയ്യുന്ന സമയത്ത്? കോളേജിൽ വെച്ചൊന്നും എനിക്ക് സിവിൽ സർവീസ് ഒന്നും ഇല്ലായിരുന്നു. കോളേജിൽ വെച്ച് ഈ പറഞ്ഞതുപോലെ ജോലി വേണം, IT കാരനാവണം. കാരണം അന്ന് IT ആയിരുന്നു ട്രെൻഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ നെയ്ബർ ചേട്ടനൊക്കെ ഉണ്ട്, പുള്ളിയൊക്കെ IT-യിലായിട്ട് പുള്ളി ഈ സാവിയെ കൂട്ടില്ലേ, പുള്ളി കാറൊക്കെ എടുത്ത് കറങ്ങാനൊക്കെ പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ മതി എന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. IT-യിൽ കയറിയപ്പോ
ഐ തോട്ട് ഐ ഷുഡ് ഡു സംതിങ് എൽസ്. എന്തോ ഒരു ക്രൗഡിന്റെ ഇടയിൽ പെട്ട ഒരു അവസ്ഥയായി. ഇപ്പം ലൈക്ക് ഐ എം നോട്ട് സീയിങ് എനി ജോബ്. എനിക്ക് IT ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ യൂസ് ടു എൻജോയ് കോഡിംഗ് പ്രോഗ്രാമിംഗ് ആൻഡ് ഓൾ. പക്ഷെ എനിക്കതൊരു ക്രൗഡിന്റെ ഇടയിൽ പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു തോന്നി. സോ ഐ തോട്ട് ഐ ഷുഡ് ഡു സംതിങ് എൽസ്. അങ്ങനെയാണ് റിസൈൻ ചെയ്ത്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ചേസിങ് വാട്ട് യു വാണ്ട് ടു ഡു. ലൈക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്ക് ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല. എന്റെ ഒരു സ്വപ്നം ആയിരുന്നു ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡു സംതിങ് എൽസ് ഫ്രം ദാൻ IT. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, എന്റെ കോളേജ് മീറ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലായിരുന്നു കൊച്ചിയിൽ താമസിച്ചിരുന്നത്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് വർക്ക് ചെയ്ത് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞ വി ഷുഡ് ഡു സംതിങ് എൽസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. ശരിക്കും അവനുള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ എനിക്കും സിവിൽ സർവീസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല ഇറങ്ങുന്ന സമയത്ത്. എന്താണ് എക്സാം എന്നോ സിലബസോ എത്രയും 3 പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവനാണ് എനിക്കൊക്കെ പറഞ്ഞു തരുന്നത്. സോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ വിൽ ഡു സംതിങ് എൽസ് ദാൻ ബീയിങ് ഇൻ IT എന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് വീട്ടുകാരൊക്കെ കൺവിൻസ് ചെയ്തിട്ട് വി റിസൈൻഡ്. അഹമ്മദ്നഗർ ചെന്നപ്പോൾ ORNൽ ചെന്നപ്പോഴാണ് ആ വെബ് സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും. അവിടെ ഞാൻ ആദ്യം വാജിറാമൻ രവി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങള് ORN കരോൾ ബാഗ് മെട്രോ ഇറങ്ങിയിട്ട് അവിടെ നിന്നപ്പോ വെള്ളം ഒഴുകി വരുന്ന പോലെയാണ് ആൾക്കാർ ഇറങ്ങി വരുന്നത്. അതിന് മാത്രം ആൾക്കാർ പഠിക്കുന്നുണ്ട്. ആ സ്ട്രീറ്റില് ചെന്നപ്പോ ഐ തോട്ട് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്കിത് ആൾക്കാർ അവിടെ ഇരുന്നിട്ട് 3rd റിവിഷൻ 4th റിവിഷൻ എന്തൊക്കെയോ ബുക്സ് ഒക്കെ വായിക്കുന്നു, കമ്പൈലേഷൻ വായിക്കുന്നു. അവിടെ കുറെ സ്ട്രീറ്റിൽ ബുക്ക് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ബുക്സ് ഒക്കെ യെല്ലോ ബുക്സ് ഒക്കെ മേടിച്ചോണ്ട് പോകുന്നു. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. സോ ഐ ഗോട്ട് ലൈക്ക് ഡിജക്റ്റഡ് ഇനിഷ്യലി. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് തോന്നി. സ്ലോലി ഐ സ്റ്റാർട്ടഡ് ബിലീവിങ് ഇൻ മൈസെൽഫ്. പറ്റും, നമ്മൾ എഫേർട്ട് ഇടാതെ വിട്ട് കളയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നത് അതാണ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ആൻ അഡ്വൈസ് ആൻഡ് ഓൾ. അഡ്വൈസിങ് ഇസ് എ ബോറിംഗ് തിങ് ടു ഡു. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഡിജക്റ്റഡ് ഒന്നും ആവണ്ട. ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടല്ലോ, എനിക്കിത് അറിയില്ലല്ലോ, ജസ്റ്റ് ലൈക്ക് എ പേഴ്സൺ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ലൈക്ക് ഈവൻ ഐ ഡിഡ്ന്റ് ഹാവ് എനി ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ആ സമയത്ത്. ബട്ട് ഇഫ് യു ആർ കൺസിസ്റ്റന്റ്, ഇഫ് യു ക്യാൻ ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ് ആൻഡ് പുട്ട് ഇൻ എൻ എഫേർട്ട്, like there is high probability that you will be in service. അതാണ് push that I got is my friend. ഞാൻ പറഞ്ഞില്ലേ, അതെന്റെ ഫ്രണ്ടാണ് എന്നെ പുഷ് ചെയ്ത് ഇറക്കിയത്. Before like question, is there any advantage in studying in Delhi than studying in Kerala? No, nothing. കേരള ആണ് ബെറ്റർ എനിക്ക് തോന്നുന്നു. ഡൽഹി പോയിട്ട് വെറുതെ ഒരു മാച്ച് ബോക്സ് സൈസ് റൂമിന് യു ഷുഡ് പേ അറൌണ്ട് 10 to 15K. മാച്ച് ബോക്സ് സൈസ് റൂം, ഒരു സ്മോൾ റൂം. മാത്രമല്ല ക്രൗഡൊക്കെ ഭയങ്കര, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇത്രയും പേരെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് സെൽഫ് ഡൗട്ടിങ്. പിന്നെ മെറ്റീരിയൽസിന്റെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ഒരുപാട് വായിച്ചിട്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സമയങ്ങളെയും തോന്നുന്നുണ്ട്. പിന്നെ ഫുഡ്, ക്ലൈമറ്റ്, എവറിത്തിങ്. ഐ തിങ്ക് കേരള, ഐ കൻ സ്റ്റഡി ഇൻ കേരള. there's nothing wrong. ഡൽഹിയിൽ ഞാൻ പോയത് ഹിസ്റ്ററി ഓപ്ഷനിൽ ഒരു ഇത് ചെയ്യാനായിട്ടാണ്. that was good for me, but still I think like there is nothing wrong in studying in Kerala. It will be more good for you. Again, it is personal choice ആട്ടോ. അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ കേരളത്തിൽ പഠിക്കാൻ കൊണ്ട് ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല. ഞാൻ പറയാം, ഇപ്പൊ ഒരുപാട് നല്ല ഇറ്റ്സ് ലൈക്ക് സൂപ്പർവൈസേഴ്സ് ആർ എ ലോട്ട് ഓഫ് ഗുഡ് IAS ഒക്കെ ആണെങ്കിൽ കേരള നോട്ട് എ പ്രോബ്ലം. So we'll take last couple of questions. I'll say last 3 or 4 questions and we'll wind up. Yeah. ചോദിച്ചോ. ഹലോ സർ. സർവീസിൽ കയറിയതിനു ശേഷം ചോദിച്ചോളൂ. സർവീസിൽ കയറിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ്. ട്രെയിനിങ് ടൈമില് എനിക്ക് ആയിരുന്ന എക്സ്പീരിയൻസ്. Okay, so as you know, IFS-നും IAS-നും it's mandatory training in Labasna. നമുക്ക് ലബാസിനെ തന്നെ ട്രെയിൻ ചെയ്യണം. But IAS and IFS you cannot write the exam again also. IAS or IFS കിട്ടിക്കഴിഞ്ഞാൽ your civil service journey is done. You cannot write the exam again. So yeah, so ലബാസിനയിലേക്ക് ഞങ്ങൾ പോയി. August 26 ട്രെയിനിങ് തുടങ്ങിയത്. ലബാസിനയിലേക്ക് പോയി. ലോഡ് ഓഫ് എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട് ഉണ്ട്, ദീപക് ഉണ്ടായിരുന്നു, അങ്ങനെ IRS ആണ്. പിന്നെ എല്ലാവരും കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്ത് എല്ലാവരും തന്നെ ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല കണക്ട് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് തന്നെ. സോ ലബാസിനെ എത്തി. ലബാസിനയില് ലോട്ട് ഓഫ് ന്യൂ ഫേസസ്, ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഫേസസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ആങ്സൈറ്റിയുടെ കൂടെ തന്നെയാണ് പോയത്. ലബാസിന വിൽ ബി ഇനിഷ്യലി ഒക്കെ നമ്മൾ വിചാരിച്ചു അയ്യോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, കാരണം മോർണിംഗ് യുവർ ഡേ അവിടെ നല്ല തണുപ്പാണ്, മരംകോസിന് തണുപ്പാണ്. മോർണിംഗ് യുവർ ഡേ സ്റ്റാർട്ട്സ് അറ്റ് 6 o'clock, 5:15 ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം. ഇറങ്ങിയിട്ട് എന്റെ ഹോസ്റ്റലിൽ സിൽവർവുഡ്, ലൈക്ക് എന്റെ ഹോസ്റ്റലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു
20 മിനിറ്റ്സ് നടന്നാലേ നമ്മുടെ PT ഗ്രൗണ്ടിലേക്ക് എത്തുള്ളൂ. അത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ്. ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 കിലോമീറ്ററോളം നടന്ന് PT ഗ്രൗണ്ടിൽ എത്തണം. രാവിലെ ഷേവ് ചെയ്തിട്ട് പോകണം. അവർ പിടിച്ചു നോക്കും. ഷേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ they will make you run another round in that ground. So it's difficult. So your day will start at 5:15 or so. Morning 5:15 alarm വെച്ച് ആ തണുപ്പത്ത് എണീറ്റ് you will shave daily. You will go to the PT ground 2 kilometers downstream, downhill ആണ്. അവിടെ ചെന്നിട്ട് മോർണിംഗ് 6 o'clock PT തുടങ്ങും. നമ്മൾ അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഒരുപാട് ചെയ്യാത്തതുകൊണ്ട് ബോഡി വിൽ ബി വീക്ക്. ബട്ട് ദേ വിൽ ട്യൂൺ യു അപ്പ്. എല്ലാം നമ്മൾ ചെയ്യും. അതിന്റെ തിരിച്ച് അപ്ഹില്ലാണ്. 2 കിലോമീറ്റർ കയറ്റം കയറി യു ഹവ് ടു റീച്ച് യുവർ ഹോസ്റ്റൽ. ഫ്രം ദയർ ഇറ്റ് ഇസ് ഓൾ ഫൺ, റിയലി ഗുഡ്. ഓക്കെ, എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ യു ഹാവ് ടു ബി ഇൻ യുവർ ഫോർമൽസ് ആൻഡ് ഗെറ്റ് റെഡി ഫോർ യുവർ മെസ്സിൽ ഫോർമൽസിൽ പോയാലേ ഫുഡ് കിട്ടുള്ളൂ. യു ഹാവ് യുവർ ഫുഡ് ആൻഡ് ക്ലാസ്സസ് ബൈ 9 o'clock. 9 to 3:30 is class. 3:30ക്ക് ശേഷം യു വിൽ ഹാവ് യുവർ എക്സ്ട്രാ കരിക്കുലർ മോഡ്യൂൾ ആസ് വെൽ. പിന്നെ രാത്രി ചെയ്യാനായിട്ട് അസൈൻമെന്റ്സ് ഒക്കെ കാണും. പിന്നെ വി യൂസ് ടു ഗോ ഔട്ട്. അവിടെ ഒരു മോൾ റോഡ് ഒക്കെ ഉണ്ട്. യൂസ് ടു ഗോ ഔട്ട്. We used to go out for dinners and all. Is really super experience ആയിരുന്നു. ലബാസ്ന ഡേയ്സ്. We have a Himalayan trek. പ്രീ കൊറോണ ഡേയ്സ് ആണല്ലോ, അപ്പം റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഹിമാലയൻ ട്രെക്ക് വാസ് ഓസം. ബാലി പാസിലാണ് ഞങ്ങൾ പോയത്. സോ ഇറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ദെൻ വില്ലേജ് വിസിറ്റ് ഉണ്ടായിരുന്നു. യു വിൽ ബി ഇൻ എ വില്ലേജ് ഫോർ സം ടൈം. Then Labasna ends in 3 months. Then you go to IS ഉള്ളവർ they'll continue there. ബാക്കി എല്ലാ റെസ്പെക്റ്റീവ് അക്കാഡമീസിൽ പോകും. ഫോറിൻ സർവീസ് IFS will go to Foreign Service Institute Delhi. FSA was also really good. Foreign Service Institute really good. Like we got some excellent classes from excellent speakers. നമ്മളിപ്പം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെയൊക്കെ നമ്മൾ പഴയ ഫോറിൻ സെക്രട്ടറീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി. ശ്യാം സാറിനെ പോലുള്ളവരുടെ അടുത്തൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. Then we had a mission attachment. പലരും പല രാജ്യത്താണ് പോയത്. My group went to UAE, വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലൊക്കെ പോയി ബാക്കി ഗ്രൂപ്പ്സ്. So it was awesome. A lot of learning experience UAE-ലൊക്കെ. Then that was for almost 6-7 days. പിന്നെ ഭാരത് ദർശൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. We had an army attachment. ഞങ്ങൾ സിക്കിമിലായിരുന്നു, ചൈന ബോർഡറിലാണ് ഞങ്ങൾ. There are people who went to Kashmir. Like പിന്നെ കുറച്ച് കൊറോണ കാരണം കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയി പോയി. കാരണം ലാസ്റ്റ് ഫെബ്രുവരിയിലായിരുന്നല്ലോ, മാർച്ചിലാണല്ലോ കൊറോണ വന്നത്. പിന്നെ ഞങ്ങൾ ഭാരത് ദർശൻ പകുതി വെച്ച് കട്ടായിട്ട് വി ഹാഡ് ടു കം ബാക്ക്. ബട്ട് അഗൈൻ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. കാരണം നമുക്ക് ആ സമയത്ത് വി ആർ പോസ്റ്റഡ് കോവിഡ് സെൽ, കോവിഡ് എമർജൻസി സെല്ലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് വർക്ക് കുറച്ചൊക്കെ കിട്ടി. Then training continued in online mode, കുറച്ചൊക്കെ ഓഫ്ലൈൻ മോഡ് ഒക്കെ ആയി. Then we came to Cairo for language training. ഇപ്പൊ ലാംഗ്വേജ് ട്രെയിനിങ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് MBC. സോ ഇതാണ്. It is a wonderful experience, wonderful journey so far. I think I inspired at least some of you through this journey, alle? Yes, sir. Yeah. So yeah. Hi, sir. Yeah. Can I take a question? Yeah, sure. Okay. Sir, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാനിപ്പോ സാറിന്റെ സ്റ്റോറി കേട്ടപ്പോ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഞാനിപ്പോ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അബ്രോഡ് ആണ്, ഖത്തറിലാണ്. ഓക്കെ. അപ്പോ ഞാനിപ്പോ ഈ ഒരു 2021 ഒരു സീരിയസ് ട്രെയിനിങ് എടുത്താൽ കൊള്ളാന്നുണ്ട്. അപ്പോ സാറിന്റെ ഒരു അഡ്വൈസ് എങ്ങനെയാണ്? ഒരു ജോബ് ഇതുവരെ കിറ്റ് ചെയ്തില്ല. ഇപ്പൊ നാട്ടിലാണുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്റെ ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇനിയിപ്പോ ഖത്തറിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് ഓൺലൈനായിട്ട് ട്രെയിനിങ് എടുക്കുകയാണോ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഒരു സീരിയസ് ട്രെയിനിങ്ങിലേക്ക് തിരിയാണോ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോ. ഇറ്റ്സ് എ വെരി പേഴ്സണൽ കോൾ. ഇതിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ജോബ് ക്വിറ്റ് ചെയ്യാന്നുള്ളത്. ഐ റിമെമ്പർ ലോങ് ഡിസ്കഷൻസ്. ഇറ്റ് വാസ് ഈസി ഫോർ മീ. ബട്ട് എവിടെയോ എനിക്ക് തോന്നി like I don't belong to here, I should do something else എന്നുള്ള ഒരു സ്ട്രോങ് കൺവിക്ഷൻ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഐ ഡിസൈഡ് ടു ക്വിറ്റ്. എന്റെ ഡിസിഷനിൽ ഞാൻ വിശ്വസിച്ചു. ഐ ഡിസൈഡഡ് ടു ക്വിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ടു യു വാട്ട് കൻ ഐ സേ? You think അതാണ് എനിക്ക് പറയാനുള്ളത്. If you are go by your convictions. എന്താണ് നിങ്ങൾക്ക്? If you think that you should quit your job and study, അത്രത്തോളം ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ you can do that. 50-50 ആണെന്നുണ്ടെങ്കിൽ you think again.
Okay. If you have conviction, go ahead. Otherwise, Okay. it will not be in such a question. ഓക്കെ സർ. പിന്നെ സർ വേറൊരു കാര്യമുള്ള ലബാസിന ഈ ഭാരത് ദർശനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭാരത് ദർശൻ എങ്ങനെ വോൾ ഇന്ത്യ ആണോ അതോ വോൾ ഇന്ത്യ ട്രിപ്പ് ആണോ ഉണ്ടാവുക യൂഷ്വലി? ഭാരത് ദർശൻ ഹോൾ ഇന്ത്യ എന്ന് പറയുമ്പോ ഇന്ത്യ മൊത്തം കാണാനുള്ള സമയം നോക്കില്ലല്ലോ. ഇന്ത്യ റൂട്ട് അസൈൻ റൂട്ട്. ഞങ്ങൾ FS ഞങ്ങള് ഡിസൈഡ് ചെയ്ത റൂട്ട് വാസ് നോർത്ത് ഈസ്റ്റ് കൊൽക്കട്ട ടു ആൻഡമാൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ആൻഡമാൻ നടന്നില്ല, കാരണം കോവിഡ് ആയിട്ട് വി ഹാഡ് ടു ക്യാൻസൽ. സോ ലൈക്ക് യു വിൽ ഹാവ് എ റൂട്ട്, ഈസ്റ്റേൺ നോർത്ത് ആണ്, അങ്ങനെ റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യും. ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സർവീസസ്. IFS ഇങ്ങനെ ആയിരുന്നു. IAS ഓൾസോ ഐ തിങ്ക് there are routes, ഈസ്റ്റേൺ നോർത്തേൺ എന്നൊക്കെ റൂട്ട്സ് ഉണ്ട് അവർക്ക്. Okay sir, thank you. So I'll take 2 more questions and we'll wind up. സർ ചോദിച്ചോ. സർ നേരത്തെ മെയിൻസ് മറ്റേ ഫസ്റ്റ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് കുറെ മിസ്റ്റേക്സ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചിട്ടും പിന്നെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു അതിനെ കുറിച്ചൊന്നും പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് മിസ്റ്റേക്ക് വാസ് ഞാൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം പേപ്പർ കംപ്ലീറ്റ് ചെയ്യാത്ത വാസ് എ ബിഗ് മിസ്റ്റേക്ക്. ചില ആൻസർ ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചിട്ട്, ഞാൻ നേരത്തെ പോട്ട് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞാൽ ഒരു പോട്ട് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പല പോട്ടും ഉണ്ടാക്കാൻ പറ്റാതെ കളഞ്ഞതുകൊണ്ട് ആണ് ഒരു പ്രോബ്ലം. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ 2 ക്വസ്റ്റിനൊക്കെ ഒരു പേപ്പറിന് വിട്ടു. ആ 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനിപ്പോ 4 പേപ്പറിന് വിടുമ്പോൾ ഓൾമോസ്റ്റ് 8 ക്വസ്റ്റിനോളം ഞാൻ വിട്ടില്ലേ. 8 ക്വസ്റ്റിന് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ട് 16 മാർക്ക് ആയില്ലേ. 16 മാർക്ക് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ സിവിൽ സർവീസസ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ദീപക്കാണ് എന്റെ അടുത്ത് പറയുന്നത് പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കരുതാ, ദാറ്റ് ഇസ് എ ബിഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഹി വാസ് ദ ഗൈ ഹു പുഷ് മീ ടു കംപ്ലീറ്റ് ദ പേപ്പർ. സോ ഇപ്രാവശ്യം ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറിഞ്ഞുകൂടെങ്കിൽ പോലും വിൽ ബ്ലഫ് സംതിങ്. വിൽ ബ്ലഫ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ഇന്റലിജന്റ് ഗസ് അടിക്കാമല്ലോ നമുക്ക്. തീരെ മണ്ടത്തരം എഴുതാതെ എന്തെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമല്ലോ. അവിടെ ഇവിടെയും തൊടാതൊക്കെ എഴുതാം, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സോ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. 1 മാർക്ക് കിട്ടിയാൽ അഡ്വാൻറ്റേജ് ആണെന്ന് ചിന്തിക്കുക. പേപ്പർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഡിഡ് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു വളരെ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് സ്പേസിംഗ് ഒക്കെ കൂട്ടി എഴുതി നോക്കി. പിന്നെ ദിസ് ഐ ഡോണ്ട് നോ ഹൗ എഫിഷ്യന്റ് ഇറ്റ് ഇസ്. പക്ഷെ ഞാൻ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ഈ 2ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ ഞാനത് ചെയ്യണമെന്നൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കൺവിക്ഷൻ അനുസരിച്ച് ചെയ്താൽ മതി. ചിലർക്ക് അത് ദീപക്കിന് വളരെ ഈസി ആയിട്ട് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും. ആൻഡ് ഹി വിൽ ഗെറ്റ് വെരി ഗുഡ് മാർക്സ് ഫോർ മെയിൻസ് ഓൾസോ. എന്നെക്കാളും നല്ല മാർക്ക് മെയിൻസ് കിട്ടും. ബിക്കോസ് ഹി ക്യാൻ ഇംപ്രവൈസ് ഇൻ ഹിസ് പേപ്പർ. ഇപ്പൊ ചിലരുണ്ട് പടമൊന്നും വരയ്ക്കാതെ ആൻസർ എഴുതിയിട്ട് തന്നെ മാർക്ക് മേടിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ 2ാമത്തെ അറ്റംപ്റ്റിൽ കുറച്ച് ഡയഗ്രാമാറ്റിക് ആയിട്ട് എഴുതാൻ നോക്കി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ദാറ്റ് വിൽ ഹെൽപ്പ് മീ കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് എനിക്ക് തോന്നി. ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നാൽ ചില ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടി വരും. സോ വാട്ട് ഐ ഡിഡ് ഇസ് ഞാൻ കുറച്ചൊക്കെ ഡയഗ്രാംസിലൊക്കെ ആക്കി ചില ആൻസേഴ്സ് ഒക്കെ. ഇറ്റ് ഡസന്റ് കം ടു മീ നാച്ചുറലി. ഇപ്പൊ കുറച്ച് പെയിൻ എടുത്തൊക്കെയാണ് ചിലതാക്കിയത്. പക്ഷെ അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് പിന്നെ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബഡ്ജറ്റ് എക്കണോമിക് സർവേ കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കി. എക്കണോമിക് സർവേ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ മൾട്ടി ഡയമെൻഷനിലായിട്ട് ആൻസർ എഴുതാൻ നോക്കി. ഒരു പോയിന്റ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ പല പോയിന്റ്സ് പല ഡയമെൻഷനിലുള്ള പോയിന്റ്സ് എഴുതാൻ നോക്കി. നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, സൊസൈറ്റി, അങ്ങനെ എല്ലാ ആംഗിളിൽ നിന്നും ഒരു ആൻസറിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ നോക്കി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്വീക്സ് ഒക്കെയാണ് വരുത്തിയത്. സർ പിന്നെ ഏകദേശം എത്ര പോയിന്റ്സ് സാറിന് അറിയുന്നുണ്ട്? ഇപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഏകദേശം എത്ര പോയിന്റ്സ് അറിയുന്നുണ്ടാവും? പോയിന്റ്സ് ഇൻ ദ സെൻസ് ഒരു ക്വസ്റ്റ്യനോ? അല്ല, ഒരു ടോപ്പിക് തന്നെ ഇപ്പൊ സാർ പറഞ്ഞില്ലേ ഇങ്ങനെ എല്ലാം കവർ ചെയ്തോ നോക്കൂന്ന്. അപ്പം ഒരു ടോപ്പിക്കിൽ എത്ര പോയിന്റ്സ് ഇങ്ങനെ മനസ്സിലിങ്ങനെ കുറെ പോയിന്റ്സ് വരും എങ്ങനെ? അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഒന്നും ഇല്ല. എല്ലാത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ എന്ന് നോക്കും. ചിലതിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും, നമുക്ക് താല്പര്യമുള്ളതിനെ കുറിച്ച് നന്നായിട്ട് അറിയായിരിക്കും. താല്പര്യം ഇല്ലാത്തത് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കും. കുറച്ചെങ്കിലും, ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ 1-2 പോയിന്റ് എങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ ഐ എം ഹാപ്പി. ഐ വിൽ ട്രൈ ടു ബിൽഡ് ഓൺ ദാറ്റ്. ചില ക്വസ്റ്റ്യൻ ഒക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതാമല്ലോ. സോ ദാറ്റ് വാസ് ഇറ്റ്. ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. So, okay, last question. One last question. Who wants to ask? Hello, sir. Chocho.
ഹലോ കേൾക്കാം പറഞ്ഞു. സർ, ഈ റാങ്കിങ് ഒക്കെ എങ്ങനെയാ? അതായത് ഒരു പോസ്റ്റിന് ഇങ്ങനെ റാങ്കിങ് ഉണ്ടാവല്ലോ, അപ്പൊ നമുക്ക് IAS എത്ര റാങ്കിന്റെ ഉള്ളിൽ വരണം ആസ് എ OBC ആൻഡ് ജനറൽ കാറ്റഗറി? ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ഇന്റർനെറ്റ്. അതൊരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം. അത് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് അവർ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം ഇയർ ടു ഇയർ. നമ്പർ ഓഫ് വേക്കൻസീസ് ഒക്കെ അനുസരിച്ച് മാറും. That is not a question that I think you can get it from internet. Yeah. Okay, sir. Okay. So somebody wants to ask another question. Hello, sir. സാറിന് പ്രിലിംസ് കഴിഞ്ഞ് എത്ര സമയം കിട്ടി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ? മെയിൻസിന് വേണ്ടിയോ? മെയില് പ്രിലിംസ്, ജൂണിൽ പ്രിലിംസ് കഴിഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2.5 മാസം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, 3 മാസം. ഓക്കെ സാർ, ആ സമയം കൊണ്ട് അത്യാവശ്യം എല്ലാം പഠിച്ചെടുക്കാൻ പറ്റുമോ മെയിൻസിന് വേണ്ടി? നമ്മൾ ആ സമയം കൊണ്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ നേരത്തെ നമുക്ക് ഒരു ബേസ് വേണം എല്ലാത്തിനെ കുറിച്ച്. ആ സമയം കൊണ്ട് നമ്മൾ റിഫൈൻ ചെയ്യും, കൂടുതൽ എഴുതാൻ ശ്രമിക്കും. കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ബ്രഷപ്പ് ചെയ്യും. നേരത്തെ നമുക്ക് എല്ലാം എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഐഡിയ എല്ലാത്തിനെ കുറിച്ച് ഉണ്ടാക്കി വെക്കണം. ഓപ്ഷനിലൊക്കെ ജസ്റ്റ് ഒരു റൗണ്ട് ഒക്കെ നോക്കി വെക്കണം. 1-2 റൗണ്ട് നോക്കാൻ പറ്റിയ അത്രയും നല്ലത്. അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ എല്ലാം ഒന്നും നോക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഞാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അത് കിട്ടത്തുമില്ല. അതാണല്ലോ ഈ പരീക്ഷ. നമ്മൾ പഠിച്ചു തീരത്തൊന്നുമില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പക്ഷെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക, അത്രേ ഉള്ളൂ. അതിന് ശ്രമിച്ചു, എഫിഷ്യൻസി മാക്സിമം കൂട്ടാനായിട്ട് ശ്രമിച്ചു. അതിന് ഐ വാസ് വർക്കിംഗ് വിത്ത് ദീപക്, സോ ലൈക്ക് ദാറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. അവരും വളരെ എഫിഷ്യന്റ് ആയിട്ട് ഒരു കാര്യത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുന്ന ഒരു ആളാണ്. സോ ഇറ്റ് വർക്ക് ഫോർ ബോത്ത് ഓഫ് us. ഞങ്ങൾ മാക്സിമം എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിച്ചു. ഓക്കെ സർ, താങ്ക് യു സർ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. സാറിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ എത്ര ആളുണ്ടായിരുന്നു? നിങ്ങൾ 2 പേരായിരുന്നോ അതോ? അല്ല, ഞങ്ങള് അൻഷാദിനൊക്കെ അറിയാം. ഞാനുണ്ടായിരുന്നു. ഞാൻ, ദീപക്, മഞ്ജു, എബിൻ, 6 പേരുണ്ടായിരുന്നു. ഞങ്ങള് 2 പേര് ക്ലിയർ ആയി. ഒരു ഐഡിയൽ സ്റ്റഡി ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഒരു ഇത്ര ആളുണ്ടായാല് കുറച്ചും കൂടെ നന്നാവുന്നോ അങ്ങനെ എന്തെങ്കിലും? 4-5 പേരൊക്കെയാണ് കറക്റ്റ്. 5-6 പേരൊക്കെ മാക്സിമം. അത് കൂടുതലൊക്കെ ആയാലും എനിക്ക് ഒന്ന് ബഹളം ആവാനുള്ള സാധ്യതയുണ്ട്. അഗൈൻ ഇറ്റ്സ് പേഴ്സണൽ കംഫർട്ട്. അതൊന്നും അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങൾ 6 പേര്, 5 പേരായിരുന്നു. പിന്നെ ഒരാൾ വന്നു ലേറ്റർ. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ലതാണ്. ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാലും വിൽ റിമെയിൻ ഗുഡ് ഫ്രണ്ട്സ്. ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ. സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. ക്ലിയർ ചെയ്തവരും ക്ലിയർ ചെയ്യാത്തവരും സർവീസ് ഫീൽഡ് വിട്ടവരും ചാൻസ് ഔട്ട് ആയവരും എല്ലാവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആണ്. ഓൾ അബൌട്ട് മേക്കിംഗ് ഗുഡ് റിലേഷൻഷിപ്സ്, മെയിൻറ്റെയിനിങ് ദാറ്റ് ആസ് വെൽ. ഒരു മെക്കാനിക്കൽ പ്രോസസ് ആയിട്ട് കാണണ്ട ഇതിനെയൊക്കെ. ഞാൻ പറയുന്നത് ഒരു എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടിയാൽ അതും ഇൻവെസ്റ്റ്മെന്റ് ആണ്. Thank you. Yeah. One more question if you want, you can ask. I'll have 3 more minutes. If anybody wants to ask a question. Okay, fine. Then it is good. I think you guys are good, right? Arkon choikanillo. Okay, so one small message to every one of you. I know this is we all know that this is an extraordinary time, extraordinary situation ആണ്. കോവിഡ് എന്താ നടക്കുന്ന എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ലെറ്റ്സ് ഓൾ ബി റെസ്പോൺസിബിൾ സിറ്റിസൻസ്. ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് നന്നായിട്ട് പാലിക്കാൻ ശ്രമിക്കുക. unnecessarily don't go out. We should break the chain. We shall overcome. എല്ലാവരും ഈ സമയത്തിന് പ്രൊഡക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. Try to spread positivity because you know a lot of negative things are going around us. It is a collective fight. So civil service le padikkunna students ennulla reethiyil we all have a responsibility. Let's do that positively. Hope the message is clear. So let's all be responsible citizens now and try to break the chain. Yeah. So it was like really wonderful interacting with you all. I wish you all the very best.
ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്യുന്നു. എല്ലാവരും സർവീസിൽ കയറണമെന്നില്ല, ബിക്കോസ് ദിസ് എക്സാം ഇസ് ലൈക്ക് ദാറ്റ്. If you can make it, it is awesome. If you can't make it, it is still okay. This is not a test of your caliber. You will do well in life. So I wish all of you to do well in your life. More than clearing this exam, let all of you do well in your life. Thank you. Thanks a lot. Thank you, sir. Thank you. Thank you. Thank you. Thank you, sir. Thank you. Thanks a lot. It was actually a very, very very good interactive session. ശരിക്കും IFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫ്രണ്ട്ലി സർവീസ് ആണെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. കാര്യം ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ അടുത്തെല്ലാം ഇത്ര കാര്യമായിട്ട് ഇന്ററാക്ട് ചെയ്ത മറ്റൊരു ഓഫീസർ ഇതുവരെ ഉണ്ടായിട്ടില്ല. I have actually interacted with many. This is actually truly Indian friendly service. Okay, thank you, sir. Thanks a lot. Okay, for all others, okay, നമ്മൾ സൂപ്പർ ബയേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, and we are actually starting an online class session from next month onwards. So Arun, like between shall I log out? Is it okay? It's okay, right? It's okay, sir. It's okay, sir. No problem. Okay, fine. Yeah. Once again, thank you all. Bye bye. Okay, thank you, sir. Okay. And all the best to Super Buyers. Oh, thank you. Thank you, sir. Okay. സോ നമ്മളുടെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള അൻഷാദ് സാർ ഇവിടെ ഉണ്ട്. സോ നമ്മളുടെ ക്ലാസ്സിനെ പറ്റിയിട്ടോ അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അൻഷാദ് സാറിന്റെ ഫോൺ നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി കോൾ ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും നമ്മുടെ ടെസ്റ്റ് സീരീസിനെ പറ്റിയിട്ടും ദെൻ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും ഒക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാം. ദെൻ മൻസൂർ ചോദിച്ച പോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇവിടെ ഇപ്പോൾ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓൺലൈൻ തന്നെ മതി, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടും പഠനം തുടരണമെന്നുള്ളവരുണ്ട്. സോ അത്തരത്തിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും UPSC examination. Okay, others, can you please mute your mic? Okay, sorry for the interruption. Okay, civil service